ക്യാപ്റ്റൻ ഈ പറഞ്ഞ പാടൊന്നും എൻ്റെ അടുത്തുണ്ടാവില്ല. ഇതൊരു കഷ്ടല്ലേ. 2-ാം തീയതി കൂടാൻ വിചാരിച്ച നമ്മുടെ ഈ കൂടിക്കാഴ്ച ശരിക്കും പറഞ്ഞാൽ 22-ാം തീയതി. അത് കേട്ടാൽ ഞാനൊരു 10 ദിവസം ദുബായിലും പോയി. എന്തായാലും വളരെ സന്തോഷം. നമ്മള് ഒരു ടീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അച്ചീവേഴ്സ് മീറ്റ് വെക്കുമ്പോൾ നമുക്കൊരു അച്ചീവ്മെന്റ് ബോർഡ് മാത്രം വേണമെങ്കിൽ എടുത്തിട്ട് പോകാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മള് ഓരോ കേൾക്കുന്നില്ല, പ്രശ്നമില്ലല്ലോ, ഓരോ നിമിഷവും നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും അറിയാൻ പറ്റിയാൽ അതിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ അതാണ് നമ്മളൊക്കെ ഈ ഒരു ഗ്യാപ്പിൽ കിട്ടുന്ന അവസരത്തെ, പ്രത്യേകിച്ച് ടീം നടത്തുന്ന അച്ചീവേഴ്സ് മീറ്റിന്റെ സമയങ്ങൾ കയറാൻ പറ്റുമ്പം കയറി അത്രയൊക്കെ പറ്റുള്ളൂ. പാട്ടല്ലല്ലോ പാടുന്നത്. പാട്ട് പാടുമ്പോ ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ പാടാം. അപ്പൊ കുറച്ച് ഭയങ്കര ശബ്ദമുണ്ടാവും. അതെന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പോകും. കേൾക്കുന്നില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോഴോ എന്താ കുഴപ്പമുണ്ടോ? ഇങ്ങനെ എന്താ ചൂടെ മൈക്ക് പറയല്ലേ, ബുദ്ധിമുട്ടാണ്. ഏതായാലും 22-ാം തീയതി ഇന്നത്തെ ദിവസം നമ്മളിവിടെ കൂടുമ്പോൾ ശരിക്കും പറഞ്ഞാല് 2-ാം തീയതി കൂടേണ്ട നമ്മള് 2-ാം തീയതി കൂടുകയായിരുന്നു എങ്കിൽ അന്ന് ശരിക്കും കാലാവസ്ഥയായിരുന്നു പ്രശ്നം. മാറ്റിവെക്കാനുണ്ടായ സിറ്റുവേഷൻ, അത് കാലാവസ്ഥ അത്രയും മോശമായതുകൊണ്ടാണ്. പിന്നെ ഭയങ്കര റെഡ് അലർട്ട് ആയിരുന്നു, വയനാടൊക്കെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മാറ്റിവെച്ചത്. 20 ദിവസത്തേക്ക് ഇപ്പുറത്തേക്ക് ഇത് മാറ്റിയപ്പോൾ അതിന്റെ ഇടയിൽ ഒരു ഓപ്പർച്യൂണിറ്റി അതിന്റെ ഇടയിൽ കൂടി പാസ് ചെയ്ത് പോയി. അതായത് ടോക്കൺ കിട്ടാനുള്ള അവസരം താഴേക്ക് പോയി എന്ന് പറയുന്നത്. മാർച്ച് 2025 കോയിൻ ഫോർജ് സ്റ്റാർട്ട് ചെയ്തത്. എന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഞാനൊരു നെറ്റ്വർക്ക് സൈഡിൽ നിന്ന് വന്ന ഒരാളല്ല. യാദൃശ്യമായിട്ട് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എംപവറിൽ കയറി നിൽക്കാൻ പറ്റിയെന്നുള്ളത്. എംപവറിൽ കയറി നിന്നത് 2021 അവസാനം കോവിഡൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. നേരത്തെ ജിനാഫ് ചോദിക്കുന്ന കേട്ടു, നിങ്ങൾക്ക് എന്റെ 100 രൂപ പോലും കയ്യിലെടുക്കാനില്ലായിരുന്നു, ബിറ്റ്കോയിൻ വാങ്ങിക്കായിരുന്നില്ല. ഞാൻ ഓൾമോസ്റ്റ് ഒരു 26 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. 2021 ഒക്ടോബർ മാസം ഒരു മരണ വീട്ടിൽ വെച്ച് പഴയ ഒരു സുഹൃത്തിനെ കണ്ട അന്നതിന് ശേഷമാണ് ക്രിപ്റ്റോ എന്താണ് എന്ന് ഞാൻ അറിഞ്ഞത്. അല്ലാതെ ഞാൻ അതിൽ ബീച്ചിൽ എടുത്തിട്ടൊന്നല്ല അവിടെ വന്ന് നിൽക്കുന്നത്. ആകെ ഒന്നേ ആലോചിച്ചുള്ളൂ, മാർക്കറ്റിൽ എപ്പോഴും ഈ ബ്ലോക്ക് ചെയിനോ മണി ചെയിനോ എന്ന് പറയുന്നത് പോലെ ആളുകൾക്ക് എപ്പോഴും ഒരു എന്താ പറയാ, സ്കാം, പറ്റിക്കുക. കാരണം സാധാരണ ജനങ്ങളെ പറ്റിക്കാൻ എളുപ്പമാണെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നിൽക്കുന്ന ഒരു കമ്പനി ചെയ്യുന്ന പ്രോഗ്രാമുകളെല്ലാം നിന്ന് പോകാത്ത പ്രോഗ്രാമുകൾ. ഈ ഒരു ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കയറി നിൽക്കണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ ഏജോ ഇതൊക്കെ ചിലപ്പം നമുക്ക് പല തടസ്സങ്ങളും നമ്മുടെ ഉള്ളിൽ തോന്നിയേക്കാം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഇത് ഒരു അവസരമായിട്ട് വേണമെങ്കിൽ അന്ന് എടുക്കാതെ എനിക്ക് നിന്ന് ഞാൻ ഉദ്ദേശിച്ച എന്താണോ ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്ലാനുമായിട്ട് എനിക്ക് പോകായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചത് ഒരു കാര്യമുള്ളൂ, ഇതേ ഇൻഡസ്ട്രിയിൽ, അതായത് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഇതേ ഇൻഡസ്ട്രിയിൽ 2008 തുടങ്ങിയ ക്രിപ്റ്റോ മാർക്കറ്റ് ബിറ്റ്കോയിനിലൂടെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒരു ബിറ്റ്കോയിൻ മാത്രമല്ല. നേരത്തെ മമ്മൂട്ടിക പറഞ്ഞു, കളിയാക്കി പറഞ്ഞു അപ്ഡേറ്റഡ് അല്ലാതെ. ഞാൻ പറഞ്ഞു നിങ്ങളും അപ്ഡേറ്റഡ് അല്ല. കാരണം ഇന്നത്തെ വില 78,000 ആണ്, 74,000. ഇന്നലെ രാവിലെ 9:30 74,000. ഇന്ന് അത് 78,000. ഇനി നിങ്ങൾ വിചാരിക്കും ഞാനിത് നോക്കിക്കാറുണ്ട്, ഇയാൾക്ക് ഒരു പണി കൊടുക്കേണ്ട വെച്ച് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടാണ് കൊണ്ടേക്ക് വരുന്നത്. എന്നാൽ ഞാനിത് പഠിച്ചു വെച്ചിട്ടുമില്ല. $63,000 ആയിരുന്നു കറക്റ്റ് പറഞ്ഞാൽ 7 ദിവസം മുമ്പ്. അതായത് $63,000 എന്ന് പറഞ്ഞാൽ 63 ലക്ഷം എന്ന് പറയാം, അല്ലെങ്കിൽ 64 ലക്ഷം രൂപ എന്ന് പറയാം. ഒരു 64 ലക്ഷം രൂപ ഒരു 7 ദിവസം മുമ്പ് ബിറ്റ്കോയിൻ വാങ്ങിച്ചു വെച്ച ഒരാൾക്ക് ഇന്ന്
അത് 79 ലക്ഷമായിട്ട് എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപ ലാഭമെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വില വ്യത്യാസം വന്നൊരു സാധനമാണ്. ഇതിന്റെ അർത്ഥം നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ നമ്മുടെ സൈഡിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു എന്നല്ല. കാരണം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് വളരെ വാല്യൂ കൂടിയ ഒരു ക്രിപ്റ്റോ ആണ്, ആദ്യത്തെ ക്രിപ്റ്റോ ആണ്. ആ ഒരു ടോക്കൺ അല്ലെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ മാത്രമല്ല ഇന്ന് ലോകത്ത് നിൽക്കുന്നത്. കാരണം ഏതൊരു ക്രിപ്റ്റോ മാർക്കറ്റിൽ വരുമ്പോഴും ആ ഒരു ടോക്കൺ അല്ലെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഏത് സമയത്തും വിലയെ പേടിച്ച് വിറ്റ് കളയാൻ സാഹചര്യമുണ്ടെങ്കിൽ അവരെ വിളിക്കേണ്ട പേരാണ് വീക്ക് ഹാൻഡുകൾ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ആ വിലമാറ്റം സംഭവിക്കുന്നത് പേടിച്ച് നിൽക്കുന്നവരായിരിക്കും. ഇപ്പൊ ഗോൾഡിന്റെ കേസൊക്കെ നേരത്തെ പറഞ്ഞു. ഗോൾഡിന്റെ വില ഒരു 1.5 വർഷത്തിന് മുമ്പൊക്കെ നമ്മുടെ കയ്യിലായിരുന്ന ഗോൾഡ് വിറ്റ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം അതിന്റെ വില അങ്ങോട്ടേക്ക് കയറി അല്ലേ, 70,000, 75,000, 80,000 ഉണ്ടായിരുന്നു. ഇപ്പം വേറൊരു വില, ആ വില എനിക്ക് പറഞ്ഞിട്ട് ഇനി അടുത്ത ആളൊന്നും ഇനി എന്നെ പറയാനിട്ടുണ്ട്, എനിക്ക് വില അറിയില്ല. ഏതായാലും വിലയിൽ വ്യത്യാസം വന്നു. ഇറാനും അമേരിക്കയായിട്ട് യുദ്ധം സംഭവിച്ചപ്പോ അത് താഴേക്ക് പോയി തുടങ്ങി. അപ്പൊ ഇനിയും വില കൂടുമെന്ന് പ്രതീക്ഷിച്ച ആളുകൾ ഒരു പക്ഷേ 1.25 ലക്ഷം ആയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് താഴേക്ക് പോയപ്പോ ടെൻഷൻ തുടങ്ങിയില്ലേ അല്ലെ? ക്രിപ്റ്റോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് രാവിലെ 20 രാവിലെ 7 AM ഞാൻ ഗസ്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇതേ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് സ്കാമുകൾ നടക്കുന്നത് കൊണ്ട് നമ്മൾ ഏതൊരാളുമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും ഏതൊരാളോട് ഇതിനെ കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴും അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളോട് പറയുന്നത് ഇതുപോലെ ഉണ്ടായ ഇഷ്ടം പോലെ ഇപ്പൊ ക്രിപ്റ്റോ നടക്കുന്നില്ലേ, പത്രത്തിൽ കാണുന്നില്ല. ശരിയല്ലേ? ഇവിടെ നമുക്ക് ഉള്ളിൽ ഉറപ്പിക്കാൻ പറ്റിയ കാര്യം ഞാനിപ്പോ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ ഓഗസ്റ്റ് 15 രാവിലെയാണ് 10 ദിവസത്തെ ഒരു മീറ്റിംഗ് ആവശ്യത്തിന് പോയപ്പോൾ അവിടെ വെച്ചിട്ട് ഒരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എന്റെ അടുത്ത് തിരിച്ച് ചോദിച്ച കാര്യമുണ്ട്. ഡെവലപ്പേഴ്സ് നിന്നു പോകില്ല എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണോ നിങ്ങൾ കമ്മ്യൂണിറ്റിയോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ പോലെയുള്ള ഒരു വ്യക്തി തന്നെയാണല്ലോ അയാളുടെ ഉള്ളിൽ എന്താന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പൊ അത് ഇത്രയേ ഉള്ളൂ. പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ റണ്ണ് ചെയ്യുന്ന ഒരു സംവിധാനവും നിന്നു പോകാത്തതാണ്. പബ്ലിക് ബ്ലോക്ക് ചെയിനിൽ റണ്ണ് ചെയ്യുന്ന ഒരു സംവിധാനവും നിന്ന് പോകാത്തതാണ്. എന്തിനാണ് പബ്ലിക് ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ അത് ഫുള്ളി ട്രാൻസ്പെറന്റ് ആയി ഏതൊരാൾക്കും ആ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് അറിയാൻ പറ്റും. ആ ഒരു സംവിധാനത്തിനെ നിർത്തിക്കളയാൻ പറ്റില്ല. ഒരു രാജ്യത്തിനും ഒരു സംവിധാനത്തിനും നിർത്തിക്കളയാൻ പറ്റില്ല അണ്ടിൽ ഇന്റർനെറ്റ് നിൽക്കുന്ന സമയം വരെ. നമ്മുടെ മൊബൈലിൽ ഇന്റർനെറ്റ് ഇല്ലേ ഈ സംവിധാനം ഫംഗ്ഷൻ ആവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായി? നമ്മുടെ മൊബൈലിൽ ഇന്റർനെറ്റ്, അതായത് നമ്മുടെ ഡിവൈസിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലേ ഇത് വർക്ക് ആവില്ല. അതിനപ്പുറത്തേക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രിപ്റ്റോ ഇൻഡസ്ട്രി എടുത്തു നോക്കുകയാണെങ്കിൽ ഓതന്റിക് ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട്, സത്യസന്ധമായിട്ട് ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് കൂട്ടിപ്പിടിച്ച് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് ഞാൻ എംപവർ ആയതുകൊണ്ട് പറയുന്നതല്ല, അത് എംപവർ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലേക്ക്. അതൊരു റിയാലിറ്റിയാണ്. കാരണം നിങ്ങൾ ഏതൊരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും, ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഏതൊരു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും അവരൊക്കെ അറിഞ്ഞോ അറിയാതെയോ അതിങ്ങനെ അവസാനം എത്തുന്നത് സ്കാമിലേക്കാണ്. ഇതിനകത്ത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു നെഹ്റു സാർ, അറിയ നെഹ്റു സാർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പേരൊന്നും ചെയ്യുന്നത്? പക്ഷേ എത്ര ഏജ് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ സാധ്യതയില്ല. അത്ര ഏജ് ഒന്നും ഇല്ലല്ലോ അല്ലെ? 45 40 എന്തായാലും ആളെ റെഫർ ചെയ്തോണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. 1 ലക്ഷം രൂപ ഇട്ടു, 2 ലക്ഷം തിരിച്ചു കിട്ടി, എന്ത് സംഭവിക്കുന്നു? ഒട്ടുമിക്ക ആളുകളുടെയും അടിസ്ഥാന പ്രശ്നം എന്താണെന്നറിയോ? വെറുതെ നിന്നാൽ എന്തെങ്കിലും കിട്ടുന്നതിനോടാണ് നമ്മുടെ അട്രാക്ഷൻ കംപ്ലീറ്റ് ഉള്ളത്. നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നിന്നാൽ എന്തെങ്കിലും കിട്ടിയെങ്കിൽ പോലും ആ വെറുതെ നിന്നാൽ എന്തെങ്കിലും കിട്ടുന്നതിലൂടെ ഈ പ്രോജക്റ്റിനെ ഒരാൾക്കും പരിചയപ്പെടുത്തും. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും? കാരണം വെറുതെ നിന്നാൽ എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ വെറുതെ നിന്നാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഒരാളെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റുന്നത് ഒരു തെറ്റായ പ്രവണതയാണ് അല്ലെ?
എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മൾ ഒരാളെ മാറ്റിയും വേണ്ട, വേറൊരാൾക്ക് വേണ്ടി നമ്മൾ മാറുകയും വേണ്ട. നമ്മുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമുക്കിതിൽ കൊടുക്കാൻ പറ്റുന്ന പ്രശ്നം അതെങ്ങനെ കൊടുക്കാൻ പറ്റും? ഇത് ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറയുന്നു. എത്രത്തോളം ഡീസെൻട്രലൈസ്ഡ് ആണ്? അതാണ് പബ്ലിക് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ഏതായാലും ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കൂടുതൽ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലോക്ക് ചെയിനെ കുറിച്ച് ആകെ തുക പറയാൻ ഇത്രയേ ഉള്ളൂ. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇനിയുള്ള കാലഘട്ടത്തിൽ സ്കാം ചെയ്യാൻ പറ്റാത്ത ഏതൊരാൾക്കും ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട്, അതായത് ഒരു സാധനം, ഒരു ട്രാൻസാക്ഷൻ, ഒരു പ്രോസസ്സ് ഒരിക്കലും ഒരു ബ്ലോക്ക് ചെയിനിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഇപ്പൊ സ്മാർട്ട് കോൺട്രാക്ടിന്റെ കേസ് വന്നു. സ്മാർട്ട് കോൺട്രാക്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ കോൺട്രാക്റ്റുകളാണ്. ഇത് ഉണ്ടാക്കുന്ന ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കുന്ന സമയം അത്രയും അതിൽ എന്ത് ചേഞ്ചസ് വരുത്താം, അത് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചേഞ്ചസ് വരുത്താം. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ ഒരു സ്മാർട്ട് കോൺട്രാക്ട് $15, $25, $50 വ്യത്യസ്തമായ 14ഓളം സ്മാർട്ട് കോൺട്രാക്റ്റുകളുണ്ട്. 14ഓളം സ്മാർട്ട് കോൺട്രാക്റ്റിലൂടെയാണ് നമ്മൾ USDT സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു നെറ്റ്വർക്ക് പോലെ ഒരു സാധനം ഓപ്പൺ ആവുന്നത്. ഒരാൾക്ക് ഒരു കോൺട്രാക്ട് ഒരിക്കലേ ഓപ്പൺ ആക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ അല്ലേ പറഞ്ഞു? ആ സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ടോക്കനുകൾ. ഇതൊക്കെ അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് കോൺട്രാക്ട് ഇങ്ങനെയുള്ള ഒരു വാല്യൂ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ ഡിജിറ്റൽ കോൺട്രാക്റ്റുകൾ ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പർ ഇതിന്റെ മുകളിൽ പണി നടത്തുന്ന സമയത്ത് എന്തായാലും ഒരു സമയം ഇരുന്ന് ഇതിന്റെ പുറത്ത് കോഡിങ്ങിലൂടെ ചെയ്തു വെക്കുന്ന ഒരു കോഡിങ്ങിലൂടെ ചെയ്യുന്ന കോൺട്രാക്റ്റുകളാണ് ഈ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. സ്മാർട്ട് കോൺട്രാക്റ്റുകളുടെ ഒരു മുന്നത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പൊ വെൻഡിങ് മെഷീന് അറിയാം. ചില മാളുകളിലൊക്കെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ 10 രൂപന്റെ നമ്പർ അടിച്ചു കൊടുത്താൽ 10 രൂപയിൽ വെള്ളമാണെങ്കിൽ വെള്ളം, ചിപ്സ് ആണെങ്കിൽ ചിപ്സ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലേ? ചോക്ലേറ്റ് ഇത്രാമത്തെ നമ്പർ 25 രൂപ, ഇത്രാമത്തെ സാധനം 40 രൂപ, ഇത് സാധനം 50 രൂപ, ഇത് കൊടുത്ത് നമ്മൾ എടുക്കുന്നില്ലേ? ഈ ഒരു സിസ്റ്റം കോഡിങ്ങിലൂടെ ചെയ്തു വെച്ചതാണ്. പക്ഷെ ബ്ലോക്ക് ചെയിനിലല്ല എന്ന് മാത്രം. പക്ഷെ വെൻഡിങ് മെഷീൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ കാരണം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, ഡിജിറ്റൽ കോൺട്രാക്റ്റുകൾ അതിൽ ഉൾപ്പെടുത്തുന്ന നിബന്ധനകൾ, അതിൽ ഉൾപ്പെടുത്തുന്ന കണ്ടീഷൻ, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് $15 ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങൾ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് സിസ്റ്റം ആദ്യം നോക്കുന്നത് ആ വ്യക്തിയുടെ വാലറ്റിൽ $15 ഉണ്ടോ എന്നുള്ളതാണ്. 14.9999 ഉണ്ടെങ്കിൽ നടക്കില്ല. 10 രൂപയുടെ വെള്ളം നിങ്ങൾക്ക് വെൻഡിങ് മെഷീൻ എടുക്കണമെങ്കിൽ 10 രൂപ എന്തായാലും അതിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങളുടെ കോയിനൊക്കെ ഉപയോഗിച്ചിട്ട് 9 രൂപ ഇട്ടല്ല 10 രൂപയുടെ സാധനം നിൽക്കലും വരുമോ? പകരം റിജക്ട് അടിച്ചിട്ട് ആ തിരിച്ചങ്ങോട്ട് ഇങ്ങനെ വരും. അത് റിജക്ട് ആവും, പ്രോസസ്സ് മുന്നോട്ട് പോകില്ല. ഈ ഒരു സംവിധാനം സ്മാർട്ട് കോൺട്രാക്ട് എടുത്തു നോക്കുകയാണെങ്കിൽ സിസ്റ്റം ആദ്യം നോക്കുന്നത് $15 ഉണ്ടോ എന്നുള്ളൊരു കാര്യം, രണ്ടാമത്തെ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന നെറ്റ്വർക്ക് അനുസരിച്ച് നെറ്റ്വർക്ക് ഫീസ് ആയിട്ടുള്ള കോളുകൾ ഉണ്ടോ എന്നുള്ള കാര്യം. ഈ 2 കാര്യമാണ് ബേസ്. പിന്നെ നോക്കുന്നത് ഈ വ്യക്തി ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വ്യക്തി ഇത് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ കണക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള വാലറ്റുകളൊക്കെ ഇൻവാലിഡ് ആയിട്ട് അവിടെ അവൈലബിൾ ആണോ നോക്കുന്നു. ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ എടുക്കുന്ന സമയം ഹാർഡ്ലി 30 മുതൽ 40 സെക്കൻഡുകൾ മാത്രമാണ്. ഈ 40 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഒരു MLM സിസ്റ്റം ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തും അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെൻട്രലൈസ്ഡ് മെക്കാനിസമാണ്. ഡീസെൻട്രലൈസ്ഡിനെ കുറിച്ച് പലപ്പോഴായിട്ട് ജിനാഫ് നേരത്തെ പറയുമ്പോൾ പറഞ്ഞു, നിന്നു പോകാത്ത പ്രോഗ്രാമാണ്, അടിസ്ഥാനപരമായിട്ട് നിന്നു പോകാത്ത പ്രോഗ്രാമാണെന്ന് പറയുന്നത് പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ടാണ്. പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ട് എന്തൊരു സ്പീക്കർ എടുത്തിട്ടുണ്ടോ? പബ്ലിക് ബ്ലോക്ക് ചെയിൻ ആയതുകൊണ്ടാണ് അവിടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുന്നത്. ഇപ്പൊ സ്മാർട്ട് കോൺട്രാക്ടിന്റെ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ഈ ഡിജിറ്റൽ സർവേ ഒക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒക്കെ ആധാരങ്ങൾ സ്മാർട്ട് കോൺട്രാക്റ്റുകളാക്കി
റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സ്മാർട്ട് കോൺട്രാക്ടുകളിലേക്ക് മാറുകയാണ്. നമുക്ക് ആകെ തുക അറിയുന്നത് എന്താണ്? നമ്മളെ വീട്ടിലൊക്കെ ഡീറ്റെയിൽ സർവേ നടക്കുന്നുണ്ട്, എന്റെ ഭൂമിയിൽ ഡോക്യുമെന്റ് ചെയ്യാനാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇത് അളക്കാൻ വേണ്ടി വരുന്നവർക്കും അറിയില്ല, വീട്ടിലിരിക്കുന്നത് നമുക്കും അറിയില്ല. നമ്മുടെ ആകെ പറയാം, എന്റെ ഭൂമിയിൽ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തുറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം പ്ലോട്ട് രജിസ്റ്റേഡ് ആയിട്ട് ഡോക്യുമെന്റഡ് ആയിട്ട് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. ആ ഒരു സർവേ നടന്നിട്ടുണ്ടെങ്കിൽ. ഡിജിറ്റൽ സർവേ നടക്കുന്നത് നമ്മളുടെ ഒക്കെ പ്രോപ്പർട്ടികൾ ഇനി സ്മാർട്ട് ഡിജിറ്റൽ കോൺട്രാക്റ്റുകളാക്കി മാറ്റാനാണ്. ഈ അതിർവരമ്പുകൾക്കൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നതിന്റെ കാരണമാണ് മുന്നോട്ടുള്ള യാത്രയിൽ, മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ബ്ലോക്ക് ചെയിൻ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും വന്ന് വരിക തന്നെ ചെയ്യും. നമുക്കത് പേരുകൊണ്ട് മണി ചെയിൻ എന്നൊക്കെ വിളിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യുന്നൊക്കെ പല ആളുകളും പറയുമ്പോൾ പാനിക് ആയേക്കാം. ക്രിപ്റ്റോയെ യഥാർത്ഥത്തിൽ ആളുകൾക്ക് അറിയാത്തത്, ക്രിപ്റ്റോയെ എന്താണ് ക്രിപ്റ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാം ചെയ്തത് കൊണ്ട് ക്രിപ്റ്റോ സ്കാം ആണെന്ന് പറയുന്നതിനെ പോലെ മണ്ടത്തരം വേറൊരു പ്രോസസ്സിലില്ല. അതായത് ക്രിപ്റ്റോ ഉപയോഗിച്ച ഒരാൾ സ്കാം ചെയ്തത് കൊണ്ട് ക്രിപ്റ്റോ സ്കാം എന്ന് പറയാൻ പറ്റും. പണം ഉപയോഗിച്ച ഒരാള് എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ പങ്കെടുത്തതുകൊണ്ട് പണം അവിടെ ഇല്ലീഗൽ ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ എവല്യൂഷൻ ഓഫ് മണി എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ പഠിച്ച കാലം മുതൽ, പഠിച്ചത് മുതൽ കേട്ട ബാർട്ടർ സിസ്റ്റം, ഒരു സാധനം കൊടുത്ത് മറ്റൊരു സാധനം വാങ്ങുന്നത് മുതൽ മാറി 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 വന്ന കാലഘട്ടം, ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് യൂസ് ചെയ്ത നമ്മളുടെ പേപ്പർ കറൻസിയിൽ നിന്നും ATM കാർഡിലേക്കും ATM എന്നത് ഗൂഗിൾ പേ പോലുള്ള ട്രാൻസാക്ഷനിലേക്കും ഒക്കെ മാറി ഇപ്പം അത് നമ്മളുടെ ഇന്ത്യൻ റുപ്പി പോലും എന്തിലേക്ക് മാറുകയാണ്? ക്രിപ്റ്റോയിലേക്ക് മാറുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇവിടെ ഇന്നിട്ട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആളുകൾ പറയുന്നത് ക്രിപ്റ്റോ സ്കാമാണ്, ക്രിപ്റ്റോ ഇല്ലീഗലാണ്. 2022 ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ ഇന്ത്യ എടുത്ത തീരുമാനമാണ്. 2022 ഫിനാൻഷ്യൽ ബഡ്ജറ്റിൽ ഇന്ത്യ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ പോപ്പുലേഷനിൽ 150 കോടി ജനങ്ങൾ ഉള്ളതിൽ 7.2% ആളുകൾ ക്രിപ്റ്റോയിൽ ഓൾറെഡി ഇൻവോൾവ് ആണ്. 2022 ഫെബ്രുവരിയിലാണെങ്കിൽ അതിന് 4 മാസം മുമ്പാണ് ഞാൻ ക്രിപ്റ്റോയെ കുറിച്ച് കേട്ടത്. ഈ പറഞ്ഞ സമയത്ത് എനിക്ക് ക്രിപ്റ്റോനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ആ 7.2 ഞാനില്ലതാണ്. എംപവറിൽ കയറി നിന്നപ്പോൾ, അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ കയറി നിന്നപ്പോൾ ബ്ലോക്ക് ചെയിനെ കുറിച്ച് നമുക്ക് അറിയാൻ ഭാഗ്യമുണ്ടായി. ഇതല്ലേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? ഈ സമയത്താണ് നമുക്ക് ഉറപ്പുണ്ട്, ഇതൊക്കെ പലപ്പോഴായിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ സെഷനുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ തോന്നിയ ധൈര്യം ക്രിപ്റ്റോ ശരിയാണ്, തെറ്റല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ മറ്റൊരാൾ പറയുമ്പോൾ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇങ്ങോട്ട് പറയാണ്, ക്രിപ്റ്റോ റോങ് ആണ്, ക്രിപ്റ്റോ തെറ്റാണ്, അല്ലെങ്കിൽ അത് സ്കാം ആണെന്ന് ക്രിപ്റ്റോ എന്ന് പറയുന്നത്. ഞാൻ ഈ സിസ്റ്റം ചെയ്യാനുണ്ടായ ആകെ തുക എന്ന് പറയുന്നത് എനിക്ക് വിജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നതിന്റെ അപ്പുറത്തേക്ക് ഞാൻ കാരണം ഒരാളും ഒരു സംഭവത്തിൽ പെട്ടിട്ട് എന്റെ വീട്ടിൽ ചോദിച്ചു വരൂല എന്ന് 100% ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ സിസ്റ്റത്തിൽ കയറുന്നത്. അങ്ങനെ ഉള്ളിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അത് പേടിച്ചിട്ടല്ല ആളുകൾ വരാതെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, അത് ഞാൻ ചതിയാണ് ചെയ്തെങ്കിലും സംഭവിക്കും. ഈ പ്രോഗ്രാമിൽ യഥാർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്, ഈ പ്രോഗ്രാം മാർച്ച് 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കൊക്കെ ഈ പ്രോഗ്രാമിലൂടെ ടോക്കൺ കിട്ടി തുടങ്ങി. 2025 മാർച്ചിൽ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് 2022 ജൂണില് നമ്മൾ കയറി നിന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു മെറ്റാഫോഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഇന്ന് നമുക്ക് എങ്ങനെയാണോ ടോക്കൺ കിട്ടുന്നത്, ഇന്ന് കോയിൻഫോർജിന്റെ ടോക്കൺ എങ്ങനെയാണോ കിട്ടുന്നത്, റെഫറൽ ആയിട്ടും ആക്ടിവിറ്റിയിലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഈ ടോക്കനെ പോലെ അന്ന് കിട്ടിയതാണ് CES, അല്ലെങ്കിൽ ഇന്ന് പേര് വിളിക്കുന്ന CES എന്ന് പറഞ്ഞ ടോക്കൺ. മെറ്റാഫോഴ്സിലൂടെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായപ്പോൾ ഇത്രയും ടോക്കനുകൾ ആളുകൾക്കിടയിലേക്ക് അന്ന് 54 കോടിയായിരുന്നു ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മെറ്റാഫോഴ്സിന്റെ ടോക്കന്റെ ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 54 കോടിയായിരുന്നു. ഇതിൽ നിന്ന് ഈ പറഞ്ഞ നിങ്ങളുടെ ഓളിഫ്ലൈ ടീമിലുള്ള ഒരുപാട് ലീഡിംഗ് ലെവലിൽ നിൽക്കുന്ന ഷൈജി ടീച്ചർ ആണെങ്കിലും റഫീഖ ആണെങ്കിലും മമ്മൂട്ടിക്ക ലാസ്റ്റ് ടൈമിൽ വന്നുകൊണ്ട് മമ്മൂട്ടിക്കക്ക് ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റി? CS അസറ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റി. 2022 ജൂണിൽ തുടങ്ങി 2020 പല ആളുകൾക്കും നമുക്കിടയിൽ ടോക്കൻ മുതൽ 1 ലക്ഷം
ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്ത 2.65 ലിസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അത് ഗ്രാജുവലി അത് മുന്നോട്ട് പോയി അത് പല റേറ്റ് കയറി താഴെ പോയി നമുക്കൊക്കെ പലപ്പോഴും റെഫറൻസ് ആ പ്രോഗ്രാമിലൂടെ കിട്ടിയ ടോക്കൻ $22 ആയി എന്ന് പറഞ്ഞ് 2200 രൂപയായ ഒരു ടോക്കന്റെ വില എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. പലപ്പോഴായിട്ട് ഇതിനെ മനസ്സിലാക്കി ഇതിനെ എഫേർട്ട് ഇട്ട് കലക്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് വിലയാണെങ്കിലും അയാളുടെ അസറ്റാണ്. ശരിയല്ലേ? ഏത് വിലയിലേക്ക് അത് എത്തുകയാണെങ്കിലും അത് അയാളുടെ സ്വന്തം അസറ്റാണ്. അതിന് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സമയത്ത് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമ്മുടെ മാത്രം കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മളുടെ വാലറ്റിൽ ഇരിക്കുന്ന ടോക്കനുകളാണ് ഇതെല്ലാം. ഇങ്ങനെ കിട്ടിയ ഈ ടോക്കൻ $22 നിന്ന് പിന്നെ താഴേക്ക് പോയി $3 വരെ എത്തി, മേലേക്ക് പോയി $4 എത്തി, താഴേക്ക് പോയി $2.5 എത്തി, മേലേക്ക് പോയി $7.5 എത്തി. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2023 മിഡില് നമ്മുടെ ബിറ്റ്കോയിന്റെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 23-24 ലക്ഷമായിരുന്നു. അതിന്റെ ഒരു 7 മാസം മുമ്പ് അത് 64 ലക്ഷമായിരുന്നു. അത് കയറി 64 ലക്ഷം ടച്ച് ചെയ്തു. അത് താഴേക്ക് ഇറങ്ങി 23, 22, 20 ലക്ഷത്തിലേക്ക് താഴെ പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിങ്ങനെ മേലോട്ട് കയറുന്നത് കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 63-ലും 64 ലക്ഷം രൂപയുടെ സമയത്തൊക്കെ ഒരാൾ വാങ്ങിച്ചു വെച്ചു. പിന്നീട് കാണുന്ന താഴത്ത് പോകുന്ന ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡാണ്. താഴേക്ക് പോയി 24 ലക്ഷത്തിന്റെ ഇടയിൽ എപ്പോഴും അയാൾക്ക് പേടിച്ചിട്ട് അയാൾ വിറ്റ് കളയുകയും ചെയ്താൽ പിന്നീട് ഒരു ടേക്ക് ഓഫിൽ പോയി പിന്നെ പോയത് 1.25 കോടിയിലേക്കാണ്. ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഒരു സാധനമാണ് ആദ്യത്തെ ക്രിപ്റ്റോ എങ്കിലും ബിറ്റ്കോയിനിൽ നടക്കുന്ന ഹാൾവിംഗ് എല്ലാ 4 വർഷവും നടക്കുന്ന ഹാൾവിംഗ് മെക്കാനിസം ഒരു ടൈമുണ്ട്. 2022 ഏപ്രിൽ, 2012 ഏപ്രിൽ, 2016 ഏപ്രിൽ, 2020 ഏപ്രിൽ, 2024 ഏപ്രിൽ, ഇനി 2028 ഏപ്രിൽ അടുത്ത ഹാൾവിംഗ് നടക്കും. ഹാൾവിംഗ് മെക്കാനിസം ഒക്കെ വിട്ടേക്കും. അത് കുറെ സമയം എടുത്ത് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഓരോ ഹാൾവിംഗിന്റെ ടൈമിനും അതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഹാൾവിംഗ് കാരണം എത്തിയിരിക്കുന്ന വിലയേക്കാളും മേളിലായിരിക്കും അതിന്റെ അടുത്ത ഹാൾവിംഗിന്റെ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത്. 20, 15, 18 ലക്ഷത്തിൽ നിന്ന് ഒരു ഹാൾവിംഗിലേക്ക് 64 ലക്ഷത്തി, അതിന്റെ ഇടയിൽ പിന്നെ താഴേക്ക് പോയിട്ട് 20 ലക്ഷത്തി, പിന്നെ മേലോട്ട് കയറി 1 കോടിയായി. ഇപ്പൊ താഴേക്ക് പോയിട്ട് ഏതാണ്ട് ഈ പറഞ്ഞ 50, 55 ഒക്കെ താഴേക്ക് പോയ ഒരു സാധനമാണ്. 15 ദിവസത്തെ ഗ്യാപ്പിൽ മാത്രം $15,000. അത് 15 ലക്ഷം രൂപയുടെ വ്യത്യാസം വെറും 5 ദിവസം, 5-7 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ വന്നത്. ഇതൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. ചിലതൊക്കെ വിട്ടേക്കാം, അതൊക്കെ വില കൂടിയ ഒരു സാധനം എന്ന് വിചാരിക്കാം. പക്ഷെ ഈ ഒരു സമയത്തെ ഡിപ്പെൻഡ് ചെയ്യും. ക്രിപ്റ്റോ ടോക്കന്റെ സമയത്ത് ഈ ഹാൾവിംഗ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പല ടോക്കനുകളും മാർക്കറ്റിൽ വരുന്നതും വിലയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. കാരണം ഇതിന്റെ ഡിമാൻഡും ഡിസ്ട്രിബ്യൂഷനും സപ്ലൈയും അങ്ങനെ കുറേ സംഭവത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വ്യത്യാസം വരുന്നത്. നമ്മളെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതിലൊരു ഏതാണ്ട് ഒരു 60,000-ഓളം ടോക്കൺ ഞാൻ ആ സമയത്ത് കാട്ടിയിരുന്നു. ഇതിന്റെ വില ഇങ്ങനെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. $22 ആയപ്പോൾ ഞാൻ വിറ്റിട്ടുമില്ല. $22 ആയപ്പോൾ ഞാനത് വിറ്റിട്ടുമില്ല. പിന്നെ വില താഴോട്ട് പോയി ഇതുപോലെ 3, 4, 2.5 ആയ സമയത്ത് കഴിഞ്ഞ മെയ് മാസം ഞാൻ ഫാമിലിയായിട്ട് ദുബായിൽ നിന്നിട്ട് ആ വെക്കേഷൻ തിരിച്ചു വരുമ്പോൾ എമിഗ്രേഷനിൽ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് ഇല്യാസ് ഖാന്റെ വിളിച്ച് പറഞ്ഞത്, അസിംക്ക് അത് ഓൾറെഡി $7 ടച്ച് ചെയ്യാനായിട്ടുണ്ട്. വീണ്ടും മേലോട്ട് കയറിയിട്ട് മേലോട്ട് പോവോ എന്നും താഴോട്ട് പോവോ അതൊന്നും പറയാൻ ഞാനാണ്. കാരണം റിസ്ക് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വില എന്തും ആവാം. നിങ്ങൾ 22 ആയപ്പോൾ വിറ്റിട്ടില്ല, താഴെ പോയപ്പോൾ വിറ്റില്ല. നിങ്ങൾ വിൽക്കണമെങ്കിൽ ഞാൻ വില നോക്കി നിൽക്കാത്ത ഒരാളാണ്. ആവശ്യമുള്ളപ്പോൾ വെറുതെ നോക്കും, ആരെങ്കിലും പറഞ്ഞാൽ നോക്കും, അത്രേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ബിറ്റ്കോയിന്റെ കഥ പറഞ്ഞോണ്ട് ഞാൻ നോക്കിയിട്ട് മുമ്പ് കൊട്ടാൻ വേണ്ടി തിരിച്ചാക്കി നോക്കി പറഞ്ഞത് മാത്രം. ഞാനൊരു $6.25 ഞാൻ എമിഗ്രേഷന്റെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റോട് ഞാൻ വിറ്റത് 49 ലക്ഷം രൂപക്കാണ്. കുറച്ച് മാത്രം ഒരു 6,500 ടോക്കൺ എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 6,500 ടോക്കൺ മാത്രം ഞാൻ വിറ്റു. ഒന്ന് ആലോചിച്ച് നോക്കി, $22 എനിക്കത് വിൽക്കായിരുന്നു. ശരിയല്ലേ? $6.5 എന്ന് പറഞ്ഞാൽ 650 രൂപയ്ക്ക് ഞാൻ വിറ്റു നടത്തും. 2,200 രൂപയുള്ള സമയത്ത് ഞാൻ വിറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് താഴേക്ക് മേലേക്ക് പോയി ഇന്നിപ്പോ ഏതാണ്ട് ഒരു 40 രൂപയേ ഉള്ളൂ. ഞാൻ 650 രൂപ പെർ പീസിന് വിറ്റ സാധനം ഒരു വർഷത്തിന്റെ ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും അത് 40 രൂപയിലേക്ക് പോയി. ഇനിയും അത് മേലേക്ക് പോകാനുള്ള സാധ്യതകൾ ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ പ്രൊജക്റ്റിലൂടെ ഇനി ഒരു റിവാർഡ് കിട്ടാനുള്ള ഓപ്ഷൻ ഇല്ല. കഥ ഓൾറെഡി പബ്ലിക്കിലേക്ക് വന്നു. അങ്ങനെ റിവാർഡായിട്ട് കിട്ടുന്ന ടോക്കനുകൾ, പ്രോഗ്രാമുകളിലൂടെ കിട്ടുന്ന ടോക്കനുകൾ എന്ന് പറയുന്നത് അത് ഭാവിയിൽ അതിന്റെ വളർച്ച, അത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ വിറ്റ് തൊലച്ച് കളയുകയോ കൂടുതൽ കലക്ട് ചെയ്ത് വെക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
നമ്മൾ മനസ്സിലാക്കേണ്ടത് 54.5 കോടി ഉണ്ടായിരുന്ന CS-ന്റെ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. 54.5 കോടി മാത്രം ടോട്ടൽ സപ്ലൈ ഡെവലപ്പ് ചെയ്ത ഒരു CS-നെ കുറിച്ചാണ് ഞാൻ പറഞ്ഞെങ്കിൽ മാർച്ച് 2025 ലോഞ്ച് ചെയ്ത CF പ്ലാൻ ചെയ്തത് 100 കോടി ടോക്കൺ എന്നായിരുന്നു. അതിന്റെ വൈറ്റ് പേപ്പർ വന്നു. ഈ 100 കോടി എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് തീരുമാനങ്ങൾ അറിയിച്ചു. ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 15% എന്ന് പറഞ്ഞാൽ 100 കോടിയിൽ നിന്ന് 15 കോടി ടോക്കൺ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന റെഫറൽ റിവാർഡുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ മെയ് 2026 ആയപ്പോഴേക്കും ഈ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്തിനെയും ഒരുപാട് മാർക്കറ്റിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരെടുത്തൊരു തീരുമാനമാണ് ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി എന്നുള്ളത് 100 കോടി വേണ്ട, 10 കോടി മതി എന്നുള്ളത്. പല ആളുകളുടെയും സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 കോടി ഒരിക്കൽ തീരുമാനിച്ച സാധനം എന്തിന് 10 കോടി ആക്കി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 2, വൈറ്റ് പേപ്പർ ഒരിക്കലും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വൈറ്റ് പേപ്പറിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ, പുതിയൊരു വൈറ്റ് പേപ്പർ റിലീസ് ചെയ്യണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കാര്യത്തിലും ഒരു ഉത്തരം എന്ന് പറയുന്നത് വൈറ്റ് പേപ്പർ ഒരു ടോക്കൺ ഇത്ര ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് ഓഫ് ചെയിനിൽ ടോക്കൺ തന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് ഓഫ് ചെയിനിൽ ടോക്കൺ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 10 കോടി 100 കോടി ഉണ്ടായിരുന്നപ്പോ 15 കോടി പ്ലാൻ ചെയ്ത ആ റെഫറൽ റിവാർഡിലൂടെ നമുക്കൊക്കെ കളക്ട് ചെയ്ത ക്വാണ്ടിറ്റികൾ പല ആളുകളും 10,000, 20,000, 50,000, 60,000 ഒക്കെ ഓൾറെഡി ടോക്കൺ കളക്ട് ചെയ്ത് കഴിഞ്ഞു. CF-ന്റെ ടോക്കൺ ഈ സമയത്തിനകത്ത് അവരൊക്കെ അതിലിട്ടിരിക്കുന്ന എഫേർട്ട്, അവരൊക്കെ അതിലിട്ടിരിക്കുന്ന ഫോക്കസ്, അതൊക്കെ തന്നെയാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നിലവിൽ 0 വാല്യൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാധനം ഭാവിയിൽ അത് ഏതൊക്കെ വിലയിലേക്ക് വരാൻ പറ്റും, ഇതുപോലെ ഗ്രാഫ് ഏതൊക്കെ ലെവലിലേക്ക് പോകാൻ പറ്റും എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ നമുക്ക് കറക്റ്റ് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ടല്ലോ. ഈ സമയത്ത് 100 കോടിയിൽ നിന്ന് അത് 10 കോടിയിലേക്ക് മാറ്റിയപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡെവലപ്പറെ സംബന്ധിച്ചിടത്തോളം ഏതിലേക്കും റിവൈസ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഇത് കൂട്ടാം, ഇത് കുറയ്ക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 90% പ്ലാൻഡ് ക്വാണ്ടിറ്റി ഒഴിവാക്കി പ്ലാൻ ചെയ്ത ക്വാണ്ടിറ്റിയുടെ 10% ചുരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ കലക്ട് ചെയ്ത ക്വാണ്ടിറ്റിയും ഇനി കലക്ട് ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റിക്കൊക്കെ ആദ്യം വിചാരിച്ച സ്ട്രെങ്ത്തിനേക്കാളും 10 മടങ്ങ് സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്തത്. കാരണം ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു സാധനത്തിന്റെ മാർക്കറ്റിലുള്ള ടോട്ടൽ അവൈലബിലിറ്റിയാണ്. ഒരു സാധനം 100 കോടി ക്വാണ്ടിറ്റി ഉണ്ടാകുന്നതും ഒരു സാധനം 10 കോടി ഉണ്ടാകുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതായത് 100 കിലോ തക്കാളി ഒരു ഷോപ്പിൽ അവൈലബിൾ ഉള്ളതും 10 കിലോ മാത്രം ആകുന്നതും തമ്മിൽ വിൽക്കുന്ന അയാളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ വാങ്ങുന്നതിന്റെ ആ ഫ്ലോനെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് രൂപത്തിലാണ് കാണുക. ഒരുപാട് തക്കാളി അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ നിന്നും പാളയത്തും ഒക്കെ പോയിട്ട് ഷോപ്പുകളിൽ പോയിട്ട് വിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രഭാതത്തില് ഈ സാധനം കിട്ടാതിരിക്കുമ്പോഴാണ് ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ള സാധനത്തിന്റെ വില കൂടുക. വെറും 1 കിലോയ്ക്ക് 10 രൂപ മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനം 2 ദിവസം കഴിയുമ്പോൾ അത് ഇങ്ങനെ വരവ് തമിഴ്നാട്ടിൽ നിന്ന് കുറയുകയോ ലോറി സമരമോ അല്ലെങ്കിൽ ഇന്ധന ക്ഷാമമോ എന്തോ ആവട്ടെ വരാതിരിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോക്ക് 10ക്ക് വേണ്ടി വാങ്ങാൻ വേണ്ടി 8 രൂപക്കോ 7 രൂപക്കോ ആയിരിക്കും പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് ഇയാൾ വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ടുണ്ടാവും. മാർക്കറ്റ് വിലയാണ് അടുത്ത ദിവസത്തെ വില എന്ന് പറയുന്നത്. ശരിയല്ലേ? മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾസെയിൽ മാർക്കറ്റിൽ സാധനം ഡിമാൻഡ് വന്നു, സാധനം കുറഞ്ഞു, സാധനം വരുന്നില്ല. ഇത് റെഗുലറായിട്ട് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമുക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. സുലഭമായിട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ ഈ സാധനം കിട്ടും, കിട്ടാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ടൈറ്റ് ആവും. സ്വാഭാവികമായിട്ടും ഇന്നലെ മെഞ്ഞാന്നൊക്കെ 10 രൂപക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം നമ്മൾ 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് എത്ര രൂപ വേണ്ടി വരും? ചിലപ്പോൾ 100 രൂപ കൊടുത്തിട്ടാണെങ്കിലും വാങ്ങി വരും. വേറെ ഓപ്ഷൻ ഇല്ല. അവൈലബിലിറ്റി കുറഞ്ഞു. ഇതിനാണ് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ ക്വാണ്ടിറ്റിയെ 100ൽ നിന്ന് 10ലേക്ക് ചുരുങ്ങിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് മാക്സിമം ടോക്കൺ. ആ ടോട്ടൽ ക്വാണ്ടിറ്റി നമുക്ക് കലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നുള്ളത് കിട്ടിയ ആളുകൾക്ക് ഭാഗ്യമാണ്. ഒരു കാര്യം കൂടി ചിന്തിക്കാം. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചിന്തിക്കാം. ഈ സമയത്ത് 100 കോടി ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊക്കെ ചെയ്ത ആളുകൾക്ക് തുടക്കം മുതൽ ഉണ്ടായിരുന്നവർക്കൊക്കെ പല ക്വാണ്ടിറ്റികൾ കിട്ടി. ഒരു 10,000 CF ടോക്കൺ കലക്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം
10,000 ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ഡെവലപ്പർക്ക് ഇങ്ങനെ 100 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് ആക്കാൻ പറ്റുമെങ്കിൽ 10,000 ഹോൾഡ് ചെയ്യുന്ന ആളോട് എന്ത് പറയാൻ പറ്റും? ആ ക്വാണ്ടിറ്റി കട്ടായിട്ട് അത് 1000 ആക്കുകയാണ്. പറഞ്ഞൂടെ? കാരണം ടോട്ടൽ സപ്ലൈ ക്വാണ്ടിറ്റി 90% കുറച്ച് 10-1 ചുരുക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി 10-1 ചുരുക്കും എന്ന് പറയാൻ റൈറ്റ് ഉണ്ടായിട്ടും അതും ആര് ചെയ്തിട്ടില്ല? ഡെവലപ്പർ ചെയ്തിട്ടില്ല. അവര് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ സമയത്തിന്റെ അപ്പുറത്ത് 100 കോടിയുടെ ആ ഒരു പ്രൊവിഷൻ ക്വാണ്ടിറ്റിയിൽ നിന്ന് നിങ്ങൾക്കൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിരിക്കുന്ന ക്വാണ്ടിറ്റി അത് നിങ്ങളുടെ ക്വാണ്ടിറ്റി തന്നെയാണ്. അതൊരിക്കലും ഒരു യൂണിറ്റ് പോലും കുറയ്ക്കാൻ പ്ലാൻ ഇല്ല. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി വൈറ്റ് പേപ്പർ മാർച്ച് 2025 ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് മെയ് 2025 വൈറ്റ് പേപ്പർ വന്നു. വൈറ്റ് പേപ്പർ റിവൈസ് ചെയ്യാൻ ഏതൊരു ഡെവലപ്പർക്കും റൈറ്റ് ഉണ്ട് എന്ന് വരെ ഡെവലപ്പ് ചെയ്യുന്ന ടോക്കൺ ഡെവലപ്പ് ചെയ്ത് അതിന് സ്മാർട്ട് കോൺട്രാക്ട് ബിൽഡ് ആകുന്നത് വരെ. ഇതൊക്കെ നമുക്ക് ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷെ പല രീതിയിലുള്ള ഫീലിങ്സും പല ആളുകൾ പറയുന്ന സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് ഓർത്താൽ മതി, നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം, നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോജക്റ്റ്, അത് നിങ്ങൾ ഒരാൾ പറഞ്ഞതിന്റെ പുറത്ത് കയറി നിന്നതാണെങ്കിൽ ഒരു പരിധി വരെ അയാൾക്ക് കൊടുത്ത ട്രസ്റ്റ് ആയിരിക്കാം നിങ്ങൾക്ക് കയറി നിൽക്കാൻ തോന്നിയതിനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിച്ച ഒരാളല്ല, ശരിയല്ലേ? നമ്മൾ ക്രിപ്റ്റോയെ കുറിച്ച് പഠിച്ച ഒരാളല്ല, നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്താണെന്നറിയില്ല. പക്ഷെ ഇത് പറഞ്ഞു തന്ന ആള് അയാളുടെ കഴിവ് കാരണമോ നമുക്ക് അയാൾക്ക് കൊടുക്കേണ്ട ഇഷ്ടം കാരണമോ നമുക്ക് അയാൾക്ക് കൊടുക്കുന്ന ട്രസ്റ്റ് കൊണ്ടോ എന്തോ പ്രൊജക്റ്റ് ഒക്കെ എല്ലാത്തിനും അപ്പുറത്തേക്ക് നമുക്ക് എപ്പോഴും ഉള്ളിൽ തോന്നിയതാണ് ഇത് ചെയ്തു നോക്കാം, ഇനിയെങ്കിലും രക്ഷപ്പെടാൻ ഇതൊരു പക്ഷെ വഴികാട്ടിയായേക്കാം. ശരിയല്ലേ? പക്ഷേ നിങ്ങൾ ആ ഒരു വിശ്വാസത്തിന്റെ അവിടെ തന്നെ നിന്നിട്ട് പോവുകയാണെങ്കിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമുക്ക് കയറി നിൽക്കാൻ അവസരം ഉണ്ടായി. ഈ പറഞ്ഞതുപോലെ 2-3 കാര്യത്തിന് പുറത്തായിരിക്കാം കയറി നിന്നിട്ടുണ്ടാവാം. പല ആളും ചിലപ്പോൾ നമ്മൾ എന്താ പറയാ, നമ്മൾ കയറി നിൽക്കാൻ കാരണമായ നമ്മുടെ സ്പോൺസർ കാരണമോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഒരാഴ്ചയും 10 ദിവസമൊക്കെ അയാളെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് അയാൾ നമ്മൾ കൂടെ കൂട്ടിയേക്കാം. ഒട്ടുമിക്ക ആളുകൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് എൻട്രി ആകുന്നതോട് കൂടിയിട്ട് പിന്നെ ഡിവോഴ്സ് ആയ പോലെയാണ്. ആണോ ഇല്ലയോ? അല്ലേ? പിന്നെ ചന്തയിൽ കണ്ട പരിചയം പോലെ ചിലപ്പോൾ കാണിച്ചോണമെന്നില്ല. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് വേണ്ടി ഒരാളെ നമ്മൾ മാറ്റേണ്ടതില്ല. അയാൾക്ക് മാറാനുള്ള സാഹചര്യമുണ്ടോ, അയാൾക്ക് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, നമുക്കിത് ചെയ്യുന്നോണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മളുടെ ഓരോ നിമിഷം ഓരോ സമയവും ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് സമയം മുടക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഒരു ഉത്തരം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കും നമ്മളെ കൂടെ വരുന്നവർക്കും വിജയിപ്പിക്കണം അല്ലെങ്കിൽ വിജയിക്കണം, വിൻ വിൻ മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ കൂടെ വരുന്ന ഒരാൾ വരുന്നത് വരെ കൊടുക്കുന്ന ആ ഇൻട്രസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇല്ലാതെ ആവുകയാണെങ്കിൽ പിന്നീട് ചിലപ്പോൾ അയാൾ പറയും കോയിൻ ഫോർച്യൂൺ സ്കാമാണ്. ആണോ ഇല്ലയോ? അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ സംഭവിക്കുക പലപ്പോഴും. സിസ്റ്റം ഉണ്ടായിട്ട് കാര്യമില്ല. സിസ്റ്റം എല്ലാ രീതിക്കും ഫോളോ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരാളെ കൂടെ കയറ്റി നിർത്താൻ പറ്റി. നമ്മളെ കൂടെ ഒരാൾ വന്നു, അതാണാവട്ടെ പെണ്ണാവട്ടെ, കയറി നിൽക്കാൻ ഒരു പക്ഷെ അയാൾ ഒരു തീരുമാനം എടുത്തു, കയറി നിന്നു ഒരാൾ അയാളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ വീട്ടിൽ അറിഞ്ഞാൽ പറയാ പെട്ടു അല്ലേ, പിന്നെ അല്ലേ? അത് പറയുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? നമ്മൾ കുറെ പെട്ട് നമ്മൾ വീട്ടുകാർ കണ്ടതുകൊണ്ടാണ്. നമ്മൾ ചുടുവെള്ളത്തിൽ വീണ പൂച്ചയായിട്ട് അവർ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മളിപ്പോ വീണിരിക്കുന്നത് പച്ചവെള്ളത്തിലാണോ എന്നുള്ളത് അവർക്കും അറിയില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇവിടെ ഒട്ടുമിക്ക കേസിലും നടക്കുന്ന നെഗറ്റീവ് ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്ന്, എൻട്രി ചെയ്യുന്നത് വരെ കാണിക്കുന്ന ആ ഒരു സ്പോൺസറുടെ ഇൻട്രസ്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവിടെ ചെയ്യേണ്ട ഒരു ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസ് എന്താന്ന് വെച്ചാല്, കൂട്ടിപ്പിടിക്കാൻ കയറി നിന്നൊരാളെ ടൈറ്റാക്കി പിടിക്കേണ്ട സമയമാണ് അടുത്തൊരു 10 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 7 ദിവസമെങ്കിലും. കയറി നിൽക്കാൻ അയാൾ നമുക്ക് അവസാനം തന്നൊരു ട്രസ്റ്റ് ആയിരിക്കാം. ഒരു വിശ്വാസത്തിന്റെ പുറത്ത് കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഇതേ വിശ്വാസം അയാൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയത്, അത് ആർക്കും കൂടി കൊടുക്കണം? വീട്ടിലുള്ള ആളുകൾ കൂടി കൊടുക്കണം.
ആരുടെ വീട്ടിൽ? ആ വന്ന ആളുടെ വീട്ടിൽ. കാരണം അകത്തളത്തുനിന്ന് കിട്ടുന്ന പോസിറ്റീവ് എനർജി ഉള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ കയറാനും ഉണ്ടാവുള്ളൂ. ചുറ്റുപാടുള്ളതൊക്കെ വിട്ടേക്ക്. നമുക്ക് കയറി നിൽക്കാൻ ഈ ഇൻഡസ്ട്രി ഒക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ മനസ്സിലായി, ഇതേപോലെ ടോക്കന്റെ ഭാവിയും വലുപ്പമൊക്കെ മനസ്സിലായി. നമ്മൾ വലിയ കാര്യത്തിൽ കയറുന്നെങ്കിലും നമുക്ക് നെഗറ്റീവ് പ്രഷർ നമുക്ക് എപ്പോഴും കിട്ടുക, അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ അകത്തളത്തിൽ നിന്നാണ്. അവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് അവർക്ക് ഇയാൾക്ക് കൊടുത്ത അതേ എഡ്യൂക്കേഷൻ, ഇയാൾക്ക് ശരിക്കും എഡ്യൂക്കേഷൻ അല്ല പറയണ്ട കേട്ടോ, അതുകൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ ലഞ്ചിന്റെ സമയം ഉണ്ടായിരുന്നു. എന്നെ കൂടെ കയറ്റിവിട്ട ആൾക്കാരൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇവിടെ എവിടെ പോയി? ടീച്ചറൊക്കെ എവിടെ? നിങ്ങൾ തൂണ്ട പറഞ്ഞ കുറച്ചുള്ളത് ഞാൻ നേരത്തെ ചൂടോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരാളോട് ഈ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോണ്ടല്ലോ, എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഈ സിസ്റ്റത്തിൽ കയറി നിൽക്കാൻ എന്റെ ഉള്ളിൽ തോന്നിയ തീരുമാനമാണെങ്കിൽ പോലും, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷം 2021 ഒക്ടോബർ മുതൽ ഇതിൽ കയറി നിന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ഫസ്റ്റ് കോവിഡ് വരുന്നതും ഇതിൽ കയറി നിന്ന അടുത്ത ദിവസം തന്നെയാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ 2 രീതിയിൽ ട്രൈ ചെയ്തത്. ഒന്ന്, എന്റെ കൂടെ ചെറുപ്പം മുതൽ ചൈൽഡ്ഹുഡായിട്ട് ചഡ്ഡി ദോസ്ത് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു 8ഓളം ആളുകളുള്ള 2 പേരോടാണ് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സംവിധാനം എനിക്ക് കിട്ടിയത് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാട്ടിലുള്ളവന്മാരൊക്കെ കള്ളന്മാരാണ്, നീ എവിടെയോ പറ്റിക്കപ്പെട്ടതാണ്, ഇനിയെങ്കിലും പെടണ്ട, വേറെ ആൾ അതിനു വേണ്ടി ശ്രമിക്കേണ്ട, അത് വലിയ ബാധയായി മാറും. നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞത് ഇങ്ങനെ മൈഗ്രേഷൻ പ്ലാൻ അല്ലേ, നീ നിന്റെ പ്ലാനായിട്ട് നോക്കുക. ഞാനാണെങ്കിൽ വീടൊക്കെ OLXൽ സെല്ലാനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആ ഒരു വാക്ക് കേട്ടിട്ട് ഞാൻ മാറി നിന്നിരുന്നുവെങ്കിൽ എന്തായാലും ദൈവത്തിന്റെ വിധി അല്ലെങ്കിൽ പടച്ചോന്റെ തീരുമാനം എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ഞാൻ മാത്രം തീരുമാനിച്ചുകൊണ്ട് ഇവിടെ നിന്നെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്നിവിടെ നിൽക്കാൻ ഉള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ആദ്യ ദിവസം ഞാൻ ഇതുപോലെ ഒരാളോട് പറഞ്ഞപ്പം അവരുടെ നിന്നും എനിക്ക് കിട്ടിയ നെഗറ്റീവ് ഫീല്, അല്ലെങ്കിൽ അവർക്ക് അറിയാതെയാണ് അവരെന്റെ അടുത്ത് പറഞ്ഞതെന്നുള്ള ഉള്ളിലുള്ള എന്റെ ബോധ്യത്തിനപ്പുറത്തേക്ക് ഞാൻ ഈ സിസ്റ്റം എന്റെ പഞ്ചായത്തിലുള്ള ഒരാൾക്കും കൊടുക്കൂല എന്ന് തീരുമാനിച്ചതാണ് എന്റെ ഒരു പരിധി വരെയുള്ള സക്സസ് എന്നത്. കാരണം യുവന്മാർക്ക് ആർക്കും എന്റെ സക്സസിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്നും കാണുന്ന ഒരാളൊരു കാര്യം പറഞ്ഞാൽ അയാൾ രക്ഷപ്പെടുന്നതിനപ്പുറത്തേക്ക് അവന്റെ ടെൻഷൻ ഞാൻ കാരണം അവൻ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്റെ തുടക്കം കംപ്ലീറ്റ് അത് ഇന്ന് വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നും എന്റെ പല കാരണങ്ങൾ കൊണ്ട് ആളുകൾക്ക് അറിയായിരിക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് ഇടയ്ക്കെപ്പോഴോ മറ്റേ കരിയർ ഗൈഡൻസിന്റെ സംഭവങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറയാനൊക്കെ എന്റെ സ്പീച്ചിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ആണെങ്കിൽ പോലും ഞാൻ ഇന്ന് വരെ ഒരാളും പറഞ്ഞില്ല. പക്ഷെ എന്റെ വീടിനോട് അപ്പുറത്തേക്കുള്ള ആളുകൾക്ക് പാലക്കാടുള്ള ആരുടെ കൂടെ ഒക്കെ പോയിട്ട് കോൺഫോർത്തിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ ഭാഗത്തേക്കില്ല. ഞാനത് ഒരു നെഗറ്റീവ് എന്നല്ല പറയുന്നത്. നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, പല ഹിസ്റ്ററി നമ്മളെ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, പലപ്പോഴും പല സ്ഥലങ്ങളും പോയി നമ്മളെ കുറിച്ച് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഞാനിതുവരെ പെട്ടിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനത്തെ പരിപാടിക്ക് പോയിട്ടില്ല. വേറെ കാര്യം ഞാൻ പറയുന്നത്, ഞാൻ 17 വർഷത്തോളം പുറത്തു നിന്നിട്ടാണ് ഞാൻ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്റെ വീട് OLXൽ ഇട്ടിട്ട് ഞാൻ ഈ സംവിധാനത്തിലേക്ക് കയറി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ OLXലൂടെ എന്റെ വീട് കാണാൻ വന്ന വ്യക്തി വീട് വാങ്ങിയിട്ടില്ല, പക്ഷെ അയാളോട് 1.5 കോടി രൂപ എനിക്ക് ഈ പ്രൊജക്റ്റിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അയാൾ OLXലൂടെ വന്ന ഒരാളാണ്. എനിക്ക് അയാളുമായിട്ട് യാതൊരു മുൻപരിചയമില്ല. പക്ഷെ അയാൾക്ക് എവിടെയോ, അയാൾ ആലപ്പുഴക്കാരനാണ്, അയാൾ കോഴിക്കോട് വന്ന് സെറ്റിൽ ആയ ഒരാളാണ്. അയാൾക്ക് 1 കോടി രൂപ ഒരു വീട് ഉണ്ടായിരുന്നു. ഞാൻ 1 കോടി 10 ലക്ഷം രൂപയ്ക്ക് വീട് വിൽക്കാനിട്ടതാണ്. വീട് ഞാൻ ഇന്നും വിറ്റിട്ടില്ല. ഞാൻ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിറ്റല്ല, അല്ലാതെ വേറെ വിഷയങ്ങളുണ്ടായിട്ട് വിൽക്കാൻ വെച്ചല്ല. ഞാൻ ഇവിടുന്ന് പോർച്ചുഗലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വിൽക്കാനൊക്കെ കിട്ടുന്നത്. ഈ സംഭവം ഞാൻ പറഞ്ഞത് ഇതൊരു വെറും ഒരു എക്സാമ്പിളാണ്. നമ്മളെ കൂടെയുള്ള ആൾക്ക്, വന്നൊരാൾക്ക്, പ്രത്യേകിച്ചും എന്നും കാണുന്ന ഒരാൾക്കിടയിലേക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാളോട് പറഞ്ഞിട്ട് അതിന്റെ കാര്യം പറയാനുള്ളത്. ഇനി പറയുമ്പം ഞാൻ ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിനെ കുറിച്ചോ സ്മാർട്ട് കോൺട്രാക്റ്റിനെ കുറിച്ചോ ഡീസെൻട്രലൈസേഷനെ കുറിച്ചോ ക്രിപ്റ്റോന്റെ അടിസ്ഥാനപരമായ കാലം മുതൽ മറ്റേ ക്രിപ്റ്റോ ഉണ്ടാക്കിയ 2008 മുതലുള്ള സ്റ്റോറി പറയുകയല്ല വേണ്ടത്. ഇതൊക്കെ നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴോ നിങ്ങളെ വായനയിലോ നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകളായിട്ട് മാത്രം കണക്കാക്കുക. കാരണം നമുക്ക് കിട്ടിയ നമ്മുടെ ഉള്ളിലെ പരിമിതമായ അറിവാണെങ്കിലും, എത്ര ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അറിവാണെങ്കിലും, നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആള്
എന്താണെന്ന് മനസ്സിലാക്കാതെ വിളമ്പുകയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഈ സിസ്റ്റം എന്താണെന്നുള്ളത് തുടക്കം മുതലേ എന്താ പറയാ സലാം പറഞ്ഞ് ഇരുന്നിട്ട് തുടങ്ങിയിട്ട് പറയുമ്പോൾ തന്നെ ഇതിനെ കുറിച്ച് പറയുന്ന സാഹചര്യം. ഇതിനെക്കാളും ഒക്കെ ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു 15 മിനിറ്റെങ്കിലും, അത് ഏത് വ്യക്തിയാണെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും അയാൾ ഇപ്പം ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങൾ ഈ സംവിധാനത്തെ കുറിച്ച് അയാൾക്ക് കൊടുക്കുന്നതെങ്കിൽ അയാൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെങ്കിലും പല സാഹചര്യങ്ങളിലൂടെയാണ് ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന 80ഓളം ആളുകളുടെ ഉള്ളിലുള്ളത് പല പ്രശ്നങ്ങളാണ്, പല വിഷയങ്ങളാണ്, അല്ലെ? എല്ലാവരും ഹാപ്പി അല്ല. നമ്മൾ ഓക്കെ ആണോ വെച്ചാൽ നമ്മൾ ഓക്കെ ആണോ? നമ്മൾ ഓക്കെ ആണോ? ഇവിടെ എത്ര ആൾക്ക് പറയാൻ പറ്റും ഞാൻ ഓക്കെ ആണെന്ന്? എത്ര ആൾക്ക് പറയാൻ പറ്റും ഞാൻ ഓക്കെ ആണ്? എനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് ഓക്കെ ആണ്? നിങ്ങൾക്ക് ശരീരം ഉള്ള ഒരു ധൈര്യത്തിന്റെ പുറത്താണോ? ഫിനാൻഷ്യലി നോക്കുമ്പോഴും നിങ്ങൾ ഓക്കെ ആണെന്നാണ് ഉദ്ദേശിച്ചത്? ഓക്കെ ആണ്. ഞാൻ പറയുന്നത് ഇത് റെയർ ആയിട്ടുള്ള ഒരു ഉത്തരവാണ്. എന്തായാലും നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ, അത് നിലനിൽക്കട്ടെ, അതിനെക്കാട്ടും ബെസ്റ്റ് ഉണ്ടാവട്ടെ. വെറുതെ പറയാന്ന് അല്ലല്ല, ഞാൻ പറയുന്നത് അതെന്തിന്റെ പുറത്താണെങ്കിലും ഞാൻ പറയുന്നത് അത് ഇനി ആരെങ്കിലും കണ്ണുവെക്കാൻ നിൽക്കണ്ട, മുമ്പിൽ ബെസ്റ്റ് ആവണം. ഞാൻ പറയുന്നത് നമ്മളൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ്. എപ്പ ചോദിച്ച 1 മണിക്കൂർ ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മളൊക്കെ സാഹചര്യത്തിനനുസരിച്ച് ജീവിച്ചു പോകുന്ന ആളുകളാണ്. ഇവിടെ ആരാണ് ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരാൾ? മൂപ്പരൊക്കെ കൈവെക്കുമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്ക്, നിങ്ങൾ സാഹചര്യത്തിനനുസരിച്ചിട്ടാണോ ജീവിക്കുന്നത്, നിങ്ങൾ ആഗ്രഹത്തിനനുസരിച്ചിട്ടാണോ ജീവിക്കുന്നത്? ഈ സാഹചര്യമാണ് നമ്മളെല്ലാ ആഗ്രഹങ്ങളെയും മണ്ണിട്ട് മൂടിപ്പിക്കുന്നത് നമ്മളെ സാഹചര്യങ്ങളാണ്. ഇതിന്റെ പല വിഷയങ്ങളും നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ പോലും അത് റിയൽ ആണെങ്കിലും ഫേക്ക് ആണെങ്കിലും ഒക്കെ അതുമായിട്ട് കയറി പോകാൻ പോലും നമുക്ക് അവസരം തരാത്തത് നിനക്ക് ഇതിനെ കൊണ്ട് പറ്റൂല എന്ന് തുടക്കം മുതലേ നമ്മളോട് പല ആളുകളും പറഞ്ഞ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള നമ്മുടെ കഴിവുകളെയാണ്. പോസിറ്റീവായിട്ടുള്ള കഴിവുകളെ കാണിക്കാതെ നിനക്കിത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ താഴ്ത്തി ഇതൊന്നും ഇനി വേണ്ട, ഇനിയിപ്പോ ഇത്ര കാര്യം, ഇനിയിപ്പോ എന്തെന്നുള്ളതാണ്. പല ആളുകളും പറയും എന്തിനാണ് കാശ് എന്ന് ചോദിക്കും പല ആളുകളും. കാശ് വേണ്ടാന്ന് ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ വേണ്ടാന്ന് ചിന്തിക്കാം. പക്ഷെ കാശ് കയ്യിലുണ്ടെങ്കിൽ എന്തും അറ്റൻഡ് ചെയ്യാനുള്ള ഗഡ്സ് ഉള്ളിലുണ്ടാവും. ശരിയല്ലേ? കാശ് കയ്യിലുണ്ടെങ്കിൽ എന്തും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഗഡ്സ് ഉള്ളിലുണ്ടാവും. ഇതുകൊണ്ട് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ, എങ്ങനെ പറ്റുന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. ഇതാ ഞാൻ പറഞ്ഞു, ഒരാളെ കാണുന്ന സമയത്ത്, ഒരാളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതിന്റെ ഒക്കെ പൊട്ടൻഷ്യൽ പറയുന്നതിന് മുമ്പ് നിങ്ങളെ കയ്യിലുള്ള പ്രോഗ്രാം നിന്ന് പോകാത്തതാണ് നിങ്ങളുടെ ഉള്ളിൽ എത്ര ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മുന്നിൽ ഇരിക്കുന്ന ആൾ അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾ ഇന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റി ഒരു സൊല്യൂഷൻ ആയിരിക്കണം. ഞാൻ പറഞ്ഞ ഉള്ളടക്കം മനസ്സിലായോ? ഒരു വ്യക്തി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ സെയ്ദ് അലിവിക്ക എന്ന് പറഞ്ഞൊരു വ്യക്തി പിന്നെ ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ആളുടെ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ഇപ്പൊ ഞാൻ ഒരു 6-7 മാസം മുമ്പ് സംസാരിക്കുമ്പോൾ ആൾക്ക് എനിക്കൊന്ന് മോൻ UK പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ ഞാൻ ചോദിക്കുന്നത്, മോൻ UK പോകണമെങ്കിൽ അതിന്റെ ഫിനാൻഷ്യൽ പ്ലാനുകൾ, ബഡ്ജറ്റ് ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കാണണ്ടേ? നമ്മളൊരു വീട് വെച്ചാൽ അതിന് EMI നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളെ വരുമാനത്തിന്റെ അപ്പുറത്തേക്ക് നമ്മൾ മാക്സിമം നമ്മൾ ലോണാക്കി വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഉള്ള പ്രത്യേക കഴിവുകളാണ്. അത് നമ്മളെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇവിടേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് കഷ്ടപ്പെട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ എന്താ പറയാ, തെറ്റായ രീതിയിൽ കാശുള്ളത് കൊണ്ട് തെറ്റായ രീതിയിൽ ജീവിക്കാൻ കാശ് ഉപയോഗപ്പെടുത്തണമെന്നല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ ഉള്ളിലൊക്കെ സമൂഹത്തിൽ മുന്നിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹത്തെ പോലെ ജീവിക്കാൻ നമുക്കൊന്നും ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മളെ കയ്യിലുള്ള ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പ്രശ്നങ്ങളാണ് സാഹചര്യത്തിലേക്ക് നമ്മൾ തള്ളി കൊണ്ടുപോയിട്ട് നമ്മളെ കാലഘട്ടം, നമ്മളെ വയസ്സും അവസാനിച്ചു പോകുന്നത്. ഇവിടെ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്, നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലത്തിന് അതൊരു സൊല്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റിയാൽ, നിങ്ങളെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന ഒരു മാസം കൊണ്ട് 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അയൽവാസിന്റെ അടുത്തുനിന്നോ കുടുംബക്കാർ ആരുടെ അടുത്തുനിന്നോ സ്വർണ്ണമൊക്കെ വാങ്ങിയിട്ട് വിൽക്കാനുള്ള ഒരു പ്ലാനിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടാവും. ആദ്യം വേറൊരു വിഷയത്തിൽ ആ സ്വർണ്ണം വിറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീട് പണയം ഓൾറെഡി എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ഇതിന്റെ EMI ഒക്കെ മുടങ്ങിയിട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. അതിന്റെ ഇടയിലായിട്ട് 10 ലക്ഷം അടുത്ത മാസം കൊടുക്കേണ്ടി വരുന്നു. ഇതൊക്കെ അല്ലേ നമ്മൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്?
ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആകെ തുകയാണ് ഇരിക്കുന്നത് നമ്മൾ. അതുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകൾ. നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിന് ഈ ഒരു ഇൻഡസ്ട്രിയിൽ കയറി നിന്നത് കൊണ്ട് ഇത്ര സമയം കൊണ്ട് നിങ്ങളുടെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഇന്ന കാര്യം ചെയ്താൽ മതി എന്നുള്ളത് കൊടുക്കാൻ പറ്റിയാൽ അത് അയാൾക്ക് ഒരു ഉപകാരമായിട്ട് തോന്നും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടാന്ന് വെക്കാൻ തോന്നും. യഥാർത്ഥത്തിൽ അയാൾക്ക് ഒരു ഉപകാരം എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകണമെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി അയാൾക്കുള്ള ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആയിരിക്കണം. എന്തെങ്കിലുമായിട്ട് കാര്യമില്ല. പല ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുപാടുമുള്ള ആളുകൾ ബ്ലോക്ക് ചെയിനെ കുറിച്ച് അറിയാത്ത ആളുകൾ, ക്രിപ്റ്റോനെ കുറിച്ച് അറിയാത്ത ആളുകൾ, ഡീസെൻട്രലൈസേഷനെ കുറിച്ച് അറിയാത്ത ആളുകൾ, ഇത് ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്ത ഒരാള് നമ്മളോട് പറയാണ് ബ്ലോക്ക് ചെയിൻ അതാണ്, ക്രിപ്റ്റോ ഇതാണെന്ന്. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിലും അറിവ് നോക്കുകയാണെങ്കിലും നിങ്ങളെ അയൽവാസിയാണെങ്കിലും നിങ്ങൾ എന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഏത് ലെവൽ എഡ്യൂക്കേഷനുള്ള PhD എടുത്താവട്ടെ, ഏത് ലെവലാവട്ടെ, അയാൾക്കില്ലാത്ത ഒരു അറിവാണ് നിങ്ങൾക്ക് ഇന്നുള്ള ഈ ഒരു ബ്ലോക്ക് ചെയിനെ കുറിച്ചുള്ള ഒരു അറിവ്, ഈ ക്രിപ്റ്റോയെ കുറിച്ചുള്ള യഥാർത്ഥത്തിലുള്ള അറിവ് എന്ന് പറയുന്നത്. ഇവിടെ കയറി നിൽക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായിട്ട് പോലും ഈ ഒരു ഇൻഡസ്ട്രിയിലൂടെ നമുക്ക് നമ്മളതായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ മുൻകൈ എടുത്തിട്ട് ലൈവായിട്ട് ഫോക്കസ് കൊടുത്ത് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഇത് ചെയ്തിട്ടെന്നല്ല എന്ത് ചെയ്താലും നമ്മൾ എവിടെ എത്താനും പോണില്ല. നമ്മള് ജോലിക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ക്ലോക്ക് വൈസ് ലൈഫ് പോലെ രാവിലെ എണീക്കുന്നു, വാഷ്റൂം പോകുന്നു, ഒക്കെ റെഡി ആവുന്നു, സെറ്റ് ആവുന്നു, ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നു, ഈ സമയത്തിന് ബസ് കയറിയാലാണ് ഇന്ന സമയത്ത് എന്റെ ജോലി സ്ഥലത്ത് എത്താൻ പറ്റുക, ഈ സമയം മുതൽ ഈ സമയം വരെ കൃത്യമായിട്ട് പോയാലുള്ളൂ, മാസാവസാനം ആവുന്ന സമയത്ത് ബ്രേക്ക് ഒന്നും ഇല്ലെങ്കിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്താലും മുതലാണ് എനിക്ക് ശമ്പളം തരുന്നത്. ഒരു 40,000, 30,000, 20,000, 50,000 എന്തോ ആവട്ടെ, ഈ കിട്ടുന്ന വരുമാനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, നമ്മളുടെ ഈ ഒരു എന്താ പറയാ, ഈ ഒരു സമയത്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എന്താ പറയാ ആരോഗ്യം ഉണ്ടല്ലോ, ഈ ആരോഗ്യം ഈ പറഞ്ഞതുപോലെ 8-9 മണിക്കൂർ വേറൊരാൾക്ക് വേണ്ടിയിട്ട്, അതായത് എന്തിനോ കാര്യത്തിന് റിസ്ക് എടുത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. നമ്മളെ മൊബൈലിൽ ഇരുന്നിട്ട് റീൽസ് കാണാൻ നമ്മൾ റെഡിയാണ്. ആരൊക്കെ ഉണ്ടാക്കി വെച്ച സ്റ്റാറ്റസ് കാണാൻ നമ്മൾ റെഡിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമയം കളയുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ല. എന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരണം എന്ന് തീരുമാനിക്കുന്നു, അവിടെ ചുറ്റുപാടുമുള്ള ആളുകൾ പറയുന്നത് കേട്ട് മാറി നിന്നാൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളാണ്. നമ്മളോട് ഒരാൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ സംസാരിക്കുന്ന വിഷയത്തിൽ എത്രത്തോളം അറിവുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ബ്ലോക്ക് ചെയിനെ കുറിച്ച് ജീവിതകാലം ഇന്ന് വരെ ഒരു ധാരണയുമില്ലാത്ത, പത്രത്തിൽ വായിച്ചിരിക്കുന്ന എന്തോ സ്കാമിനെ കുറിച്ച് വായിച്ചതിന്റെ അപ്പുറത്തേക്ക് ക്രിപ്റ്റോയും ബ്ലാക്ക് ചെയിനെ കുറിച്ചും അറിയാത്ത ഒരാള് നിങ്ങളോട് ഇത് സ്കാം ആണ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറി നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങൾ അത്രയും അറിവില്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. ഞാൻ പറഞ്ഞതിന്റെ ഉള്ളടക്കം മനസ്സിലായി നിങ്ങൾക്ക്. ഇതിൽ സ്റ്റിക്ക് ഓൺ ആയി നിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പ് വേണം. അതിന്റെ ബേസാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന അകത്തളത്തുള്ള പ്രശ്നങ്ങളും ചുറ്റുപാടുള്ള പ്രശ്നങ്ങളും. അയൽവാസികളാണെങ്കിലും ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ മുടക്കാൻ ശ്രമിക്കുന്നത് അവരറിവില്ലായ്മയാണ്. നമ്മളെ മുന്നിലിരിക്കുന്ന ആൾക്കും ഇതിനെക്കുറിച്ച് അറിവില്ലായ്മയാണ്. അതിന്റെ ഉള്ളിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ബേസ് ആയിട്ടുള്ള ഒരു കഴിവ് മാത്രം നമുക്ക് ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇത് നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് പോയിരുന്നു, ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യം എനിക്കിപ്പോ എന്താ? ഈ സിസ്റ്റം നിന്ന് പോയി കഴിഞ്ഞാൽ ആരോ കൂട്ടിക്കൊണ്ടുവന്ന് അയാൾ വന്നത് കാരണം അയാൾക്ക് റെഫറൽ ഇൻകം കിട്ടി, അയാൾക്ക് ഇതിന്റെ ലെവലും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഇൻകം ഒക്കെ കിട്ടി, അയാൾക്ക് അതിന്റെ ടോക്കൺ കിട്ടി, ഞാൻ ഏറ്റെടുക്കേണ്ട ആവശ്യം എന്താ? ഇത് നിൽക്കില്ല എന്നുള്ള ബോധ്യം എനിക്ക് പരിപൂർണമായിട്ടുള്ളതുകൊണ്ടാണ്. അപ്പൊ അതുപോലെ നമ്മളെ മുന്നിലിരിക്കുന്ന ഒരാളോട് ഇത് നിന്ന് പോകാത്തൊരു സിസ്റ്റമാണ്, ഇത് നിന്ന് പോയതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിന്റെ ടോക്കൺ 100 കോടിയിൽ നിന്ന് 10 കോടിയിലേക്ക് ചുരുങ്ങി. ഈ 10 കോടിയിൽ നിന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ ടോക്കൺ. ഓരോ ഡോളർ മുടക്കുന്ന സമയത്തും ഒരു ടോക്കൺ ഉണ്ടായിരുന്നത് $1 മുടക്കുന്ന സമയത്ത് 0.2 ടോക്കണിലേക്ക് ഇന്നലെ രാവിലെ തൊട്ട് മാറി. ഇനിയും കുറയും. $1 ഒരു ടോക്കൺ കൊടുത്തിരുന്നത് 100 കോടി കൊടുത്തിരുന്ന ആ ഒരു കാൽക്കുലേഷൻ പ്രകാരമാണെങ്കിൽ ശരിക്കും 0.1 കിട്ടിയാൽ മതി. നമുക്ക് കിട്ടിയിരിക്കുന്ന ടോക്കനൊക്കെ ചുരുക്കായിരുന്നു. മാക്സിമം ടോക്കൺ കളക്ട് ചെയ്യാനുള്ള ആകെ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് പറ്റാവുന്ന അത്ര സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങളെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ഇത് ഇൻകം എടുക്കണം എന്നുള്ള ബോധ്യം നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിന്റെ പുറത്ത് ഫുൾ കോൺട്രാക്റ്റും ചെയ്തിട്ട് അതിന്റെ കുറച്ച് ടോക്കൺ പിടിച്ചിട്ട് വീട്ടിൽ ഇരുന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. ആ ടോക്കണിന്റെ വലിപ്പവും വളർച്ച അനുസരിച്ച് നമുക്ക് അതിന്റെ മെച്ചം ഉണ്ടാവും, ഗുണവും ഉണ്ടാവും. പക്ഷെ ഒരേ ഒരു കാര്യം കൂടി അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഏതൊരാൾക്കും ഒരു കാര്യത്തില് പൈസ മുതൽ മുടക്ക് നടത്തുന്ന സമയത്ത്
അയാൾക്കുള്ളിലുള്ള ആദ്യം എന്ന് പറയുന്നത് അയാൾ മുടക്കുന്ന പണം എന്ന് തിരിച്ചു കിട്ടുന്നതാണ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ശരിയല്ലേ? അയാൾ മുടക്കുന്നത് 1 ലക്ഷം രൂപയാണെങ്കിൽ, അയാൾ മുടക്കുന്നത് 50,000 ആണെങ്കിൽ, അയാൾ മുടക്കുന്നത് ഈ പറഞ്ഞ മാക്സിമം ആയ 4.25 ലക്ഷം രൂപയാണെങ്കിൽ ഇത് എന്ന് തിരിച്ചു കിട്ടും എന്നുള്ള ചോദ്യത്തിന് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്ത അതേ കോൺട്രാക്ട് അതേ ലെവലിലേക്ക് അതേ പൊസിഷനിലേക്ക് 2 പേരെ അതിനെ കണക്ട് ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങൾ മുടക്കിയതിനേക്കാളും ഒരു 20% നിങ്ങൾക്ക് എക്സ്ട്രാ തിരിച്ചിട്ടുന്നുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ നമുക്ക് വേണ്ടത്? അതാണ് ശരിക്കും റിവാർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന USDT എന്ന് പറയുന്നത്. നമുക്ക് സെയിം സമയത്ത് ഇൻകം ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അപ്പം മുതൽ മുടക്ക് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇത് ഉത്തരമാണ്. പിന്നെ ചെയ്യുന്നത് ഏത് ലെവല് വരെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളുടെയും സിറ്റുവേഷൻ അയാൾക്ക് മറികടക്കേണ്ട കാര്യങ്ങൾ, അയാൾക്ക് എവിടേക്ക് എത്തണം, ഏത് സമയം കൊണ്ട് എത്തണം എന്നുള്ളത്. ഇപ്പൊ നമ്മള് ശരിക്കും ഒരു ലെവൽ ആക്ടിവേഷൻ, ഞാൻ ഒരു ബേസിക് കൂടി പറഞ്ഞിട്ട് അവസാനിക്കാം. ഒരു ലെവൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം $15 എടുത്ത് പോച്ച് റിവോൾവിൽ ഒരു കോൺട്രാക്ട് ആക്ടിവിറ്റി എന്ന് വിചാരിക്കണം. ഒരു കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റെഫർ ചെയ്ത ഒരു വ്യക്തി, അയാൾ ഇൻവിറ്റേഷൻ കൊടുത്ത് ഇതിന്റെ ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തി എത്ര ലെവൽ വരെയും അയാൾക്ക് പോകാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. കാരണം അയാളും എല്ലാരെ പോലെയും തന്നെയാണ്. പക്ഷെ ഈ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ലെവലിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ചെയ്യുന്നതൊക്കെ അതിന്റെ മുകളിൽ ആരാണോ അതൊക്കെ ഓപ്പൺ ആക്കി അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കി പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുമായിട്ട് അത് കണക്ട് ആവും, അതിന്റെ ബെനിഫിറ്റ് അവരിലേക്ക് പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു $15 ഒരു കോൺട്രാക്ട് എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയ ഒരാളാണെങ്കിൽ പറയും സംഭവമൊക്കെ സെറ്റാണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്, നിന്നൊന്നും പോകില്ല, ഇത്രയൊക്കെ ടോക്കൺ നമുക്ക് കിട്ടും, പക്ഷെ $15 ആദ്യത്തെ കോൺട്രാക്ട് മാത്രം ചെയ്താൽ മതി. എന്തു പറയും? $15 ആദ്യത്തെ കോൺട്രാക്ട് മാത്രം ചെയ്താൽ മതി എന്ന് പറയും. അയാളുടെ ആവശ്യമല്ല, ഇയാളുടെ ആവശ്യമാണ്. ക്രോസ് ചെയ്ത് പോകണ്ട എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളിലൂടെ അയാൾ പാസ് ചെയ്തിട്ട് ചിന്തിച്ചിട്ട് ചെയ്യും. അയാളുടെ ആവശ്യത്തിനനുസരിച്ച് അയാൾ ചെയ്യണമെങ്കിൽ, ഇതാണ് ഞാൻ ഇടയ്ക്കെപ്പോഴോ പറഞ്ഞത്, നമ്മുടെ സാധാരണ റോഡും കുണ്ടും കുഴികളൊക്കെയുള്ള റോഡിൽ നിന്ന് ഇന്ന് 3-6 ട്രാക്കുള്ള ഹൈവേ ഒക്കെ നമുക്ക് കിട്ടി. മുമ്പ് ഇവിടുന്ന് ഒരു തൃശ്ശൂർ വരെ എത്തണമെങ്കിൽ ഈ ട്രാഫിക് ഒക്കെ നീന്തിയിട്ട് നമ്മൾ എത്തണമെങ്കിൽ 4 മണിക്കൂറൊക്കെ എത്തുമായിരുന്നു. ശരിയല്ലേ? തൃശ്ശൂർ എത്തണമെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ എത്തുമായിരുന്നു. പിന്നെ ബാക്കി ട്രാഫിക് കൂടെ ആണെങ്കിൽ പറയും വേണം. ഇപ്പൊ നമ്മള് NH66 ഹൈവേ ഓപ്പൺ ആയ സമയത്ത് ഇതേ സ്ഥലത്തേക്ക് നമുക്ക് 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടും 1.5 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്നില്ല, ഇല്ലേ? അത് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ മുന്നിൽ കിട്ടിയപ്പോഴാണ്. ഇതെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ പറഞ്ഞതുപോലെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഫാസ്റ്റ് ആയിട്ട് എത്താനും ഫാസ്റ്റ് ആയിട്ട് പോകാനുള്ള ഒരു വാഹനം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ വാഹനം തന്ന ആള് നമ്മളോട് പറഞ്ഞ് 10 കിലോമീറ്റർ സ്പീഡിന്റെ മേലെ ഓടിക്കരുത് കേട്ടോ. എന്തു പറഞ്ഞു? 10 കിലോമീറ്റർ മുകളിൽ ഓടിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ അതിന്റെ ഇത് മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായി. അതായത് നമുക്കിപ്പോ ഒരാളൊരു കാറ് തന്നു, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിലേക്ക് 1.5 മണിക്കൂർ എത്തുന്ന ഒരു 100 കിലോമീറ്ററോ 120 കിലോമീറ്ററോ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു കാർ നമ്മളെ കയ്യിൽ തന്നിട്ട് പറയും. പക്ഷെ സംഭവമൊക്കെ സെറ്റ്, റോഡ് ഫുള്ള് കാര്യമാണ്, 1-2 ടോള് മാത്രം ഇടയിലുണ്ട്, പക്ഷെ ഒന്നും പ്രശ്നമില്ല. പക്ഷെ 10 കിലോമീറ്റർ മേലെ സാധനം ഓടിക്കരുത് കേട്ടോ. അതിന് പറയുന്ന പേരാണ് കയ്യിലൊരു സാധനം ഉണ്ട്, പക്ഷെ അതിനെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല. അപ്പൊ നമ്മളെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്കുള്ള ബെസ്റ്റ് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും അവർ ഫേസ് ചെയ്ത് കൊടുക്കുന്ന പ്രോബ്ലവും അവർക്ക് ഭാവിയിൽ അസറ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടോക്കനുകളുടെ ക്വാണ്ടിറ്റി, ഞാൻ ഈ പറഞ്ഞതുപോലെ ഭാവിയിൽ അത് ലിസ്റ്റ് ചെയ്യുമ്പോൾ, ഭാവിയിൽ അത് ടെക്സിലേക്കൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു റിയൽ ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഭാവിയിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നമ്മൾ ഒരുപാട്, നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മളുടെ ഇപ്പൊ പല ആളുകളും എന്താ പറയാ ഒരു 40 ലക്ഷം 50 ലക്ഷം ഒക്കെ ലോൺ എടുക്കാനൊക്കെ നമ്മൾ എത്ര വേണമെങ്കിലും പഞ്ചായത്തിലും ബാങ്കിലൊക്കെ കയറി ഇറങ്ങാൻ റെഡിയാണ്. ഈ സാധനത്തിന് 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം ലോണിന് പലിശ കൊടുക്കാനും നമ്മൾ റെഡിയാണ്. ആയുസ്സും നമുക്ക് ചിന്തയും ബോധത്തിൽ ഏതായാലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇതിനൊക്കെ ഓടുന്ന ഒരു സമയം. എല്ലാ മാസവും 1-ാം തീയതി EMI അടയ്ക്കുന്ന രൂപത്തിലേക്ക് നമ്മളെ സാഹചര്യത്തെ പുഷ് ചെയ്യുന്നതിന് പകരം ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഉള്ളിൽ ഒരു ഉറപ്പ് വേണം. ഈ സിസ്റ്റമാറ്റിക്കലി നിന്നു പോകാതെ ലോകത്ത് എവിടെയും ആരോടും തുറന്നു പറഞ്ഞ് കൂടെ കൂട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ ആരോട് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ എപ്പോഴും ഒരു ഭയത്തിന്റെ പുറത്തെ സംസാരിക്കുള്ളൂ. ഇതൊക്കെ നമ്മൾ വാദോരാതെ പറയും, പക്ഷെ നിന്ന് പോകുന്ന ചില നിന്ന് പോകൂലായിരിക്കും, അന്ന് അങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന് പറയും. ശരിയല്ലേ? നമ്മളെ ഉള്ളിൽ തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളെ മുന്നിലിരിക്കുന്ന ആൾക്ക് എത്രയാണ് ഉള്ളിൽ ഉണ്ടാവുക?
ആ ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഇതിന് മുടക്കുന്ന വിവരമില്ലാത്തതുകൊണ്ടാണെന്നുള്ള ഉള്ളിലെ ബോധ്യത്തോട് കൂടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് കൃത്യമായിട്ട് ഫോക്കസ് കൊടുത്ത് ഈ പറഞ്ഞ റീൽസും സ്റ്റാറ്റസും ഒന്നും കാണാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്റെ ദിവസം പോയത് എന്തിനൊക്കെയാണ് എന്ന് ആരെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടോ അവിടെ ഇരുന്ന്? ഞാൻ എല്ലാവരോടും ചോദിക്കാം, നിങ്ങൾക്ക് ആരും കൈപൊക്കാമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളുടെ ഒരു ദിവസം രാവിലെ എണീറ്റത് മുതൽ അവസാനം കിടന്നുറങ്ങുന്ന ബെഡിൽ കിടന്നിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് ആലോചിച്ചാൽ മതി, എന്റെ ഇന്നത്തെ രാവിലെ തൊട്ട് ഇന്ന് വരെ ഈ സമയം വരെ ഞാൻ എന്ത് ചെയ്തു. എന്നിൽ മാറ്റം വരുത്താൻ പറ്റുന്ന, എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഉറപ്പുള്ള, ഫിനാൻഷ്യലി എനിക്ക് സ്റ്റേബിൾ ആക്കാൻ പറ്റുന്ന ഉറപ്പുള്ള, എന്റെ കുട്ടികൾക്കും എന്റെ കുടുംബത്തിനും എന്റെ സമൂഹത്തിനും സൊസൈറ്റിക്കും ഒക്കെ ബെനിഫിറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന ഈ ഒരു കാര്യം നമ്മൾ ഉള്ളിലുണ്ടായിട്ട് ഇതിന് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു? ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ബെസ്റ്റ് കിട്ടുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് ബെസ്റ്റ് കിട്ടുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. അത് ചിലപ്പോൾ ഈ ബിസിനസ് ആവാം, മറ്റേതെങ്കിലും ബിസിനസ് ആവാം. പക്ഷെ നമ്മളെ സമയം, അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് സ്പെൻഡ് ചെയ്യാം. നിങ്ങൾ അവിടെ നിങ്ങൾ ഇതാണെങ്കിൽ ഇതിന് ഫോക്കസ് കൊടുക്കുക. എന്റെ ഫസ്റ്റ് കസിന്റെ കല്യാണമാണ്, നിക്കാഹ് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. എനിക്ക് അതിനെക്കാളും ഇമ്പോർട്ടന്റ് ആണ് ടീച്ചർ, അതായത് കല്യാണം നേരത്തെ ഉറപ്പിച്ചതാണ്, അത് ഞാൻ ഓൾറെഡി കലണ്ടറിൽ ഇട്ടതുമാണ്. ഇതിനിടയ്ക്ക് ടീച്ചർ പറഞ്ഞു 22-ാം തീയതി. ഞാൻ പറഞ്ഞു ടീച്ചർ ഉറപ്പിച്ചോ, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കല്യാണം ഞാൻ പോയില്ലെങ്കിൽ ആണോ അല്ലേ? എനിക്ക് പക്ഷെ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പകരം എന്റെ കുട്ടികളും എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എന്റെ ഭാര്യയും ഒക്കെ ഒരു പോകുന്നുണ്ട്. പിന്നെ ഞാനും കൂടി പോയിട്ട് ആ ബിരിയാണി തിന്ന് നിർബന്ധമുള്ള കേസൊന്നുമല്ലല്ലോ. അതിനെക്കാളും എത്രയോ ബെറ്റർ ആണ് ഇന്നോട് 1 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ബെസ്റ്റാവട്ടെ അതെന്നെ ആഗ്രഹിക്കുന്നു. എനിക്ക് എപ്പോഴും ഉള്ളിലുള്ള ആഗ്രഹം അത് തന്നെയാണ്. ഒരാളോട് നമ്മൾ ചതിക്കേണ്ട, കൂടെ വന്നാണ് കൂട്ടിപ്പിടിച്ച് ഈ പറഞ്ഞതുപോലെ അകത്തളത്തൊന്നും അതിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി അവിടെ അങ്ങോട്ടേക്കുള്ള ഒരാഴ്ച ആ വ്യക്തിയുടെ കൂടെ ഒരു കാര്യത്തിന് തിരിയാതെ കൂടെ നിന്നിട്ട് ഇതെങ്ങനെ ചെയ്തു പോകണം, എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇത് ഏതൊക്കെ രീതിയിൽ പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് പറയുന്നില്ല എങ്കിൽ നാളെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അയാളെ കൂടെ കയറി നിൽക്കുന്ന ഒരാളോടും അയാൾ തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു മനസ്സിലായി? ഏതെങ്കിലും ഒരു അവസരത്തിൽ അയാളെ കൂടെ എങ്ങനെയെങ്കിലും ഒരു കാരണത്താൽ അയാളെ കൂടെ ഒരാൾ കയറി വരുമ്പോൾ നമ്മൾ എന്താണോ അയാളോട് ചെയ്തത് അത് അയാൾ ചെയ്യുള്ളൂ. കയറി നിൽക്കുന്നവരെ ഫോളോ പോയി കയറി നിന്നോടുകൂടി പിന്നെ 7 മണിക്ക് 7 AM ഇട്ടോ അവിടെ പ്രൈസ് സ്റ്റാറിന്റെ പ്രോഗ്രാം ഉണ്ട്, പിന്നെ RTP ഉണ്ട്, LTP ഉണ്ട്, ഇതൊക്കെ വിളിച്ച് പറയും, ഫോൺ വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്തോളം പറയും. അതിനെക്കാളും എത്രയോ ബെസ്റ്റാണ് നമ്മൾ മറ്റൊരു പുതിയൊരാളെ തെരഞ്ഞു പോകുന്നതിനേക്കാളും ബെസ്റ്റ് എന്ന് പറയുന്നത് അയാളെ കൂടെ ഒരാഴ്ച കട്ടൊക്കെ കൂടെ നിന്ന് അയാളുടെ ഈ ഡിസ്ട്രാക്ഷൻസ്, വേണ്ടാത്ത കാര്യങ്ങളിലേക്കുള്ള സമയം പോകുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ അനലൈസ് ചെയ്തിട്ടൊരു ജീവിതം അയാൾക്ക് കിട്ടാനും നമുക്കും അയാൾക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും വിജയം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾ ടോക്കൺ മാക്സിമം കളക്ട് ചെയ്തു. ടോക്കൺ എന്ന് പറയുന്നത് 10 കോടിയാണെങ്കിൽ 100 കോടി ഉണ്ടായിരുന്ന സമയത്ത് അത് 15 കോടിയാണ് റഫറൽ റിവാർഡായിട്ട് ഡിസ്ട്രിബ്യൂഷൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇന്ന് അതൊരു 10 കോടിയിലേക്ക് ചുരുങ്ങിയപ്പോൾ അത് 1.5 കോടിയായിട്ട് ഡിസ്ട്രിബ്യൂഷനിലേക്ക് ചുരുങ്ങി. റിവാർഡ് ടോക്കൺ ടോട്ടൽ ക്വാണ്ടിറ്റി 1.5 കോടിയായിട്ട് ചുരുങ്ങിയെങ്കിൽ ആ 1.5 കോടിയിൽ നിന്ന് ഓൾമോസ്റ്റ് 1 കോടി 10 ലക്ഷത്തോളം ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇനി ഒരു 40 ലക്ഷമാണ് ബാക്കിയുള്ളത്. അപ്പൊ മാക്സിമം ടോക്കൺ കളക്ട് ചെയ്താൽ അത് നിങ്ങളുടെ അസറ്റ് ആണ്. ഈ പറഞ്ഞതുപോലെ നമുക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. നിങ്ങൾക്ക് MLM ആയിട്ട് വെറുതെ ഒന്ന് MLM ചെയ്യുന്ന, ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞ MLM ചെയ്ത ആൾക്കറിയാം. ഒരാവശ്യമില്ലാതെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ആ പ്രൊഡക്റ്റിന്റെ പുറത്ത് ഒരാളെ കൊണ്ടുവന്ന് പിന്നെ 2ാമത്തെ ആളെ കൊണ്ടുവന്ന് റൈറ്റ് ലെഫ്റ്റ് മാച്ച് ആക്കി ആഴ്ചയിൽ ഒരിക്കലും പൈസ കിട്ടി, എന്നിട്ട് തുച്ഛമായിട്ട് ഒരു എമൗണ്ട് കിട്ടി. ഞാൻ പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾക്ക് MLM ഒന്നും കിട്ടണമെങ്കിൽ ഒരു പഞ്ചായത്തിലുള്ള മുഴുവൻ ആൾക്കാരെ ടീമിൽ കൊണ്ടുവരികയും വേണം, ഒരു 5 കൊല്ലം പിന്നാലെ പോയി വേണം. ആണോ ഇല്ലയോ? ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുള്ളൊരു വ്യക്തി, ഞാൻ പറയുന്നത് നമ്മുടെ ആവശ്യം എന്താണ് എന്നുള്ളത് നമുക്കിത് റെഫർ ചെയ്ത എംപവറിലുള്ള ടീച്ചർ, ഷൈജി ടീച്ചർ ആണെങ്കിലും റഫീഖ് ആണെങ്കിലും ഒക്കെ നിങ്ങളൊന്നും കൂടി പറഞ്ഞിട്ട് എനിക്ക് വരുന്ന ഒരു 6 മാസം കൊണ്ട് ഒരു 50 ലക്ഷത്തിന് ഇൻകമാണ് വേണ്ടത്. ഞാൻ പറയാം, എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത്രയും പണം എന്ന് പറയുന്നത്? ഇതൊരാൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുത്ത അയാളെ കൂടി നമ്മളെ കൂടെ കൂട്ടിപ്പിടിക്കുന്നതോട് സംഭവിക്കുന്ന കാര്യമാണ്. ഒരു 6 മാസം കൊണ്ട് ഒരാൾക്ക് ഒരു 50 ലക്ഷം വേണമെന്ന് പറയുമ്പോൾ ആ 50 ലക്ഷം 6 മാസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എഴുതി പറഞ്ഞ് വരച്ച് കാണിച്ച് തരാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള, അറിവുള്ള, ഇതിനെപ്പറ്റി പറഞ്ഞുതരാൻ എന്താ പറയാ, എന്തുകൊണ്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരു കമ്മ്യൂണിറ്റിയാണ് എംപവർമെന്റ്. ഇത്രയും ഓതന്റിക് ആയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അവസരങ്ങൾ നിങ്ങൾ ആരും കളയണ്ട. മാക്സിമം ടോക്കൺ കളക്ട് ചെയ്തോ, മാക്സിമം ആളുകൾക്ക് റെഫർ ചെയ്തോ. ഈ പറയുന്ന ആളുകൾ, മുടക്കുന്ന ആളുകളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ കിട്ടിയ അവസരത്തെ നിങ്ങൾ കളയണ്ട. എല്ലാവർക്കും വലിയ സക്സസ് നേരുന്നു. താങ്ക് യു സോ മച്ച്.